Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. So my advice would be for you to not to play with fire, meaning the empire till the dead we retire.
എന്തോ സീരിയസ് ആയ കാര്യം ഇവർ നോക്കുന്നുവെന്ന് തോന്നുന്നില്ലേ? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് അങ്ങനെയാ, ഏത് കാര്യത്തിലും ഒരു ഒബ്സർവേഷൻ വേണമെന്ന്. ഇവർ ആരൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപ് ഇവർ എന്താണ് ഇത്ര ഗുരുതരമായി വീക്ഷിക്കുന്നതെന്ന് നോക്കട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവർക്ക് ഒരു പണിയുമില്ല, ഇവർ ചുമ്മാതിരിക്കുകയാണ്. നിങ്ങൾ കരുതും ഇതാണ് കഥയിലെ ഹീറോ എന്ന്. ഇവനൊരു 7-ാം കൂലി, ആടുതന് 7, പേര് സമീർ. പ്രത്യേകിച്ച് ഇവനിൽ ഒരു കഥയുമില്ല. ഇവൾ കൂട്ടത്തിലെ ഏറ്റവും കുറുമ്പി. ഇവളെ മനസ്സിലാക്കാൻ ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചാലും പിടികിട്ടാത്ത കഥാപാത്രം. ഇവൻ അർജുൻ. ഇവനെ കുറിച്ച് പറയുമ്പോ എല്ലാം പറയാൻ പറ്റില്ല, സസ്പെൻസ് പൊളിഞ്ഞു പോകും. കൂട്ടത്തിൽ ഒരാൾ. ഇപ്പോ അങ്ങനെ അറിഞ്ഞാ മതി. എങ്കിലും മനസ്സിലായില്ലേ ഇവർ ആരെയോ കാത്തിരിക്കുകയാണെന്ന്? ശരിയാണ്, അവർ അവരുടെ 3 സുഹൃത്തുക്കളെ നോക്കിയിരിക്കുകയാണ്. അവർ കോളേജിലേക്ക് എത്തേണ്ട സമയമായി. ഒരു മഴ പെയ്യുമോ എന്ന് സംശയം. എങ്കിലും അവർ അവരെ കാത്തിരിക്കുകയാണ്. അവരെത്തിക്കോളും. എൻ്റെ 33 കോടി ദൈവങ്ങളെ, വർക്ക്ഷോപ്പ് കോമ്പൗണ്ട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എനിക്ക് പണി തരയണമേ. കൂടുതലൊന്നും വേണ്ട, ആർക്കും ആപത്ത് വരാത്ത രീതിയിൽ 10 വണ്ടിയെങ്കിലും കൂട്ടിയിടിപ്പിച്ച് അടിയന്റെ വർക്ക്ഷോപ്പിൽ എത്തിച്ചേക്കണമേ. ഈശ്വര, ഇപ്പൊ വന്ന വണ്ടി ഒരു കൂതറയുടേതായിരിക്കല്ലേ. പോപ്പുലറായ വല്ല സിനിമാ നടന്മാരുടെ വണ്ടി തന്നെ ആയിരിക്കണം. എന്നാലേ എനിക്ക് ഈ ജന്മം സിനിമയിൽ കയറാൻ പറ്റത്തുള്ളൂ. ഈശ്വര, മാന്ത്രിക ഏലസ് കൊണ്ട് എന്തും നേടാം. ഇന്ത്യൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഡയറക്ഷൻ, ആക്ടിംഗ്, ക്യാമറ, എഡിറ്റിംഗ്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. മോനെ ചായ. അമ്മമ്മേ, പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പത്രത്തിലുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോയും ബയോഡേറ്റയും കൂടി അവർക്കൊന്ന് അയച്ചു കൊടുത്താലോ? എടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു നല്ല നടനാകണമെങ്കിൽ അഭിനയിക്കാൻ നല്ല കഴിവ് വേണം, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം വേണം. നിനക്കിത് രണ്ടും ഇല്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയല്ലേ. ഞാൻ അഭിനയം പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചെന്ന് വെച്ചാൽ അഭിനയിക്കാൻ പറ്റത്തില്ല. അത് ജന്മനാ രക്തത്തിലുണ്ടാകേണ്ട കാര്യമാണ്. നീ വേറെ വല്ല പണിയും നോക്ക്. അമ്മമ്മേ, പോടാ അവിടെ നിന്ന്. ചേട്ടാ, മുതലാളിയുടെ വണ്ടി കംപ്ലൈന്റ് ആയി. മണി 9 വർക്ക്ഷോപ്പിലെ ഒരു ജോലിക്കാരനെ എത്തി നോക്കിയിട്ടില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ വർക്ക്ഷോപ്പ് അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇന്നലെ 10ഓളം വണ്ടികൾ ഓവർടൈം ചെയ്ത് പണി തീർത്ത് വിട്ടതാ. അതിൻ്റെ ജാടയിലാണ് അവന്മാരിപ്പോൾ. സാരമല്ല, ഞാനിരിക്കല്ലേ, റെഡിയാക്കി തരാം. ചന്ദ്രണ്ണ, വണ്ടി റോഡ് സെന്റർ കിടക്കണേ. മുതലാളി എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ മുതലാളിയെ വിളിക്കാം. ഇങ്ങോട്ട്. ഹലോ, സാറിൻ്റെ വണ്ടി മിച്ചൂച്ചിയാണോ? വിച്ചൂച്ചിയോ? മിസ്ത് ബുഷിയാണോ എന്നാ ചോദിച്ചത്. എന്നെ തെറ്റിക്കാൻ നോക്കണ്ട. നീ ആരടാ? ഞാൻ വളഞ്ഞ വഴി ചന്ദ്രൻ. ഏത് വണ്ടിയായാലും കുഴപ്പമില്ല, ഈ ചന്ദ്രൻ 10 മിനിറ്റിനുള്ളിൽ പണി തരും. പണിത് തരും. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. എഞ്ചിൻ സൈഡിലേക്ക് ആ മൊബൈൽ കൊണ്ടുവെക്കൂ. എഞ്ചിന്റെ ശബ്ദം കേട്ട് ഞാൻ കംപ്ലൈന്റ് പറയും. വട്ടുവല്ലോ. ആ, വച്ചോ.
അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കൂ. ഒരു മിനിറ്റ്. ആ മേശരി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹലോ ഹലോ. ഹലോ മേശരി, ഇത് ഞാനാ. അതെ, ഞാനൊരു എഞ്ചിന്റെ ശബ്ദം കേൾപ്പിക്കും. എന്താ കംപ്ലൈന്റ് എന്ന് ഒന്ന് പറയണേ. കേട്ടോ? ഒന്നും മനസ്സിലായില്ലെന്നോ? ഏതോ എഞ്ചിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂല്ലോ. എല്ലാം മനസ്സിലായി. വണ്ടിയുടെ സ്രാങ്ക് ഒടിഞ്ഞു പോയതാ. ഞാനിപ്പോൾ തന്നെ അവിടെ വരാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ വണ്ടി വയലൻ്റ് ആകും. മുതലാളി ഒരു 2 സിഗരറ്റ് വലിച്ചുകൊണ്ട് വെക്കൂ. ദാ എത്തി. കാണാൻ പറ്റുമോ? വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞോ? ഇല്ല. അയ്യോ, പേടിച്ചു പോയി. ആരാ മേശരി? സാർ, മേശരിയാ. ഇതാണോ വണ്ടി? ആ, കുറെ നേരമായാലും ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട്. എന്ത് ഇത്? മേശരി 10-15ന്റെ സ്പാനർ എടുക്കണേ. 10-15. എന്തോ നട ഈ പ്രാന്ത കാണിക്കുന്നത്? അല്ല, പുള്ളി ഒന്ന് ഡ്രസ് മാറ്റുക. 10-15 ഉണ്ട്. 10-15 നമ്പറാണ് പറഞ്ഞ. 10-15 എടുത്തോണ്ട് വരാനല്ല. ഇത്രയുണ്ട്. ഇഷ്ടമുള്ള എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. ഓട്ടോ ഒന്ന് ഒതുക്കിയേക്കേ. ആ, ഓട്ടോ പോകാൻ പറ്റേ. ഇതുകൂടെ വരണം സാർ, വരണം. ഇരിക്കൂ. അവിടെ പണി സാർ. ഇവിടെ എവിടെയാ സാറിന്റെ വീട്? തിരുവല്ല കഴിഞ്ഞ് വളഞ്ഞിങ്ങോട്ട് വരത്തില്ലയോ? അവിടെ കാണുന്ന ആ വലിയ ബിൽഡിങ്, അതിന്റെ മുകളില്. ചേട്ടൻ എവിടെ താമസം? കാലിന് എന്ത് പറ്റി? അതെ, ഇതൊക്കെ ഏത് വണ്ടിയുടെ? ഈ വണ്ടിയുടെ, ആ ഇരിക്കുന്ന സാറിന്റെ വണ്ടി. എഞ്ചിൻ കംപ്ലീറ്റ് പൊളിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ ചോദിക്കാൻ മറന്നു, എന്തായിരുന്നു കംപ്ലൈന്റ്? അതുപോലും അറിയാതെയാണോ ഇതിങ്ങനെ പീസാക്കിയത്? ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്താണെന്നറിയോ? ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അതായിരുന്നു. അതിപ്പോ പുറത്തിരുന്നാലും നമുക്ക് ടൈറ്റ് ചെയ്യാലോ. ദൈവമേ, ഇതല്ല ജാലിയൻ ബാഗിലെ കൂട്ടക്കുരുതി നടന്ന സ്ഥലം പോലുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അയാളെ വിളിച്ചുണർത്താം. കൂട്ടക്കുരുതി ഇവിടെ നടക്കും. ഇതിന് വഴിയുണ്ട്. 2 മിനിറ്റ് എനിക്ക് തന്നാ മതി. എന്നാ പെട്ടെന്നാകട്ടെ. ഇങ്ങോട്ട് വാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അന്നയും സാന്ദ്രയും നീ നോക്കിക്കോണം. ഇവരുടെ പപ്പയും മമ്മിയും എന്ന് വരുമെന്ന് അറിയില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായി. എൻ്റെ മരുമകനോട് എനിക്കൊരു പിണക്കവുമില്ല. അത് അവൻ്റെ അടുത്ത് ഇതുവരെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ചാച്ച ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവരോടൊപ്പം എന്നും ഞാനുണ്ടാവും. ദേവി, എൻ്റെ ആഗ്രഹം പോലെ എന്നൊരു നടനാക്കി മാറ്റണേ. കാത്തുള്ളണേ. എന്ത് ചെയ്യും മേശരി? ഇങ്ങനെ വല്ലതും കഴിച്ചിട്ട് 2 ആഴ്ചയായി. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? പരിഹാസം അടിക്കരുത് കേട്ടാ. ആഹാരം പോട്ട്. വർഷാപ്പിലാണെങ്കിൽ പണിയില്ല. 2 എണ്ണം അടിച്ചിട്ട് 1 ആഴ്ചയായി എന്നാ പറഞ്ഞത്. വെള്ളം നക്കിയില്ലേലെന്താ? കോട്ടും സൂട്ടും ടൈ ഇട്ടോണ്ടല്ലേ നടപ്പ്. കണ്ടാൽ അംബാനിയാണെന്ന് തോന്നും. അഴിച്ചു മാറ്റാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പിന്നെ ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാ.
നമ്മൾ കാശ് വാങ്ങിയ ജീവനല്ലേ വരുന്നത്. ജീവനില്ലാത്ത നേരത്താണ് അത് കാണുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവന്റെ ക്യാഷ് വാങ്ങിയത്. ചേട്ടാ എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി? നീ ഇത് അഴിച്ചെടുത്തോടെ. അതൊന്നും അല്ല, സിനിമയിൽ എന്റെ ക്യാരക്ടറിന്റെ കാര്യം എന്തായെന്നാ പറഞ്ഞേ? അതെല്ലാം ഓക്കേ. അങ്ങനെ ഏതെങ്കിലും വേഷം തന്നാ പോരാ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. നമുക്ക് ഫഹദ് ഫാസിലിന് വെച്ച പ്രൊഡ്യൂസറെ വേഷം അവന് കൊടുത്താലോ? ഏയ് അതൊന്നും ഇവന് താങ്ങില്ല. താങ്ങും ചേട്ടാ, താങ്ങും, ഞാൻ താങ്ങും. ഫഹദ് ഫാസില് ഇന്ന് മുതൽ ഞാൻ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞു. പ്ലീസ് ചേട്ടാ, എന്നെ മാറ്റരുത്. മാറ്റില്ല. നിനക്കൊരു കോൾ വരണുണ്ട്. ഇവരെ കഴിഞ്ഞ ആഴ്ച വേഷം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിയതല്ലേ, എന്തിനാ അവര് ഇങ്ങോട്ട് വരുന്നത്? അത് തിരിച്ചു വാങ്ങാൻ വരുന്നതായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. എന്താ സാർ സംസാരിക്കുന്നേ? എന്റെ പ്രൊഡ്യൂസറെ വേഷമാണെങ്കിൽ ദൈവം തന്നെ അതിന് മാറ്റരുത്. ഇയാള് മാറ്റിയാലും നിന്നെ ഞാൻ മാറ്റൂല. നീ തന്നെ പ്രൊഡ്യൂസർ. അവര് തകർത്തുകൊണ്ട് വരെയാണ്. ഇങ്ങ് ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ല്. പ്രൊഡ്യൂസർ റെഡി എന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീയല്ലേ പ്രൊഡ്യൂസർ? കണ്ട നിന്റെ കാലിവറൊന്ന് അറിയണം. ഒരു ചെറിയ റിഹേഴ്സൽ. നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ചന്ദ്ര, നീ കാശ് വാങ്ങിട്ട് എത്ര നാളായടാ? ഇപ്പൊ നീ പ്രൊഡ്യൂസർ, ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വരാം. സാർ, എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തരണം. അവസരം തരുമോ? അഭിനയിക്കാൻ അറിയോ? ഓ, നന്നായിട്ട് അഭിനയിക്കും. അഭിനയിക്കോ? ഒന്ന് കാണിച്ചേ. വഴിയുണ്ട്. നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം സത്യമാവാൻ പോവാ. ഇവളെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കും. കയ്യോടെ അഡ്വാൻസ് വാങ്ങിച്ചോ? അതെ, വാങ്ങുന്ന ആദ്യത്തെ അഡ്വാൻസ് എനിക്ക് തന്നെ തരണം. അത് കുഴപ്പമില്ല, വേഷം കിട്ടിയാ മതി. എന്നാ വന്നോളൂ. പ്രൊഡ്യൂസർ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ നീ തെളിയിക്കണം ഒരു പ്രൊഡ്യൂസർ ആയാലും എങ്ങനെയാണ്. ഇത് എന്റെ ഫസ്റ്റ് ചാൻസ് ആണ്. പ്രൊഡ്യൂസർ സാർ, നമസ്കാരം സാർ. പ്രൊഡ്യൂസർ നമസ്കാരം. ഇത് നമ്മുടെ സിനിമയിലെ നായികയുടെ വേഷം. നായികയോ? അല്ല, നായികയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓ, അത് കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ അഭിനയിക്കണം. അപ്പോ ഇവരുടെ അഡ്വാൻസോ? ഒറിജിനാലിറ്റി വേണം. ഒറിജിനാലിറ്റി. അതെ. തൽക്കാലം ഒരു 5000 രൂപ ഇരിക്കട്ടെ. പോയിക്കോളൂ. താങ്ക് യു സർ. ഷൂട്ടിങ്ങിന് കാണാം. അതെ, ഇങ്ങ് തന്നേക്ക്. എല്ലാം പറഞ്ഞ പോലെ വളരെ നന്നായിരുന്നു. കീപ്പ് ചെയ്യണം. ഏത് സമയത്തും മുകളിൽ നിന്നൊരു വിളി വന്നേക്കാം. പോവാൻ തയ്യാറായിരിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അല്ല ചേട്ടാ, എന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അഭിനയം എങ്ങനെ? നീ തകർത്തില്ലേ? ആണോ? നാളത്തെ മമ്മൂട്ടിയാടാ. അപ്പൊ എന്റെ പൈസ? ഏത് പൈസ? ഇപ്പൊ കൊടുത്ത പൈസ. ആക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഒറിജിനലായിട്ട് പൈസ എടുത്ത് കൊടുത്തു പോയിക്കോളാൻ പറഞ്ഞു. അതില് നമ്മൾ ഉത്തരവാദിയല്ല. സാരമില്ല, ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ കാശ് നമുക്ക് വാങ്ങാം. പറ്റുമോ? പിന്നെ തന്നില്ലെങ്കിലും അത് കുറച്ച് കൊടുത്താ മതിയല്ലോ. വീട്ടില് പുണ്ണാക്ക് വന്നെ പൈസ. ഇതാര് വിഷ്ണുവോ? തനിക്ക് എൻ്റെ അടുത്ത് ഒരു അനുവാദം വേണോ? ഇരിക്കൂ. എവിടെയായിരുന്നു ഇത്ര നാളും? തന്നെപ്പോലെ ഒരു കുട്ടി കോഴ്സ് പൂർത്തിയാക്കാതെ പോയാൽ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് എന്തുമാത്രം മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ? സോറി സർ. അപ്പോൾ ഈ വർഷമെങ്കിലും കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമല്ലോ? ഇല്ല സർ, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങാൻ വന്നത്. താൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? കോഴ്സ് പൂർത്തിയാക്കാതെ എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായി. എല്ലാ കാലത്തും കഴിവുള്ള കലാകാരന്മാരെ നശിപ്പിക്കാൻ ഏതെങ്കിലും താടകമാർ മോഹിനി രൂപം കൊണ്ട് ഇറങ്ങാറുണ്ട്. അതുകണ്ട് മതിമറന്ന് പലരും അടിതെറ്റി വീണിട്ടുണ്ട്. അത് തന്നെയാണ് തനിക്കും പറ്റിയിരിക്കുന്നത്. ഞാൻ ഊഹിച്ചത് ശരിയല്ലേ? ആ, ശരിയാണ്. ഇത്തരം കാര്യങ്ങൾ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിച്ചാൽ അതിന്റെ പോസിറ്റീവ് എനർജി തനിക്ക് കിട്ടില്ല. എന്തു പറ്റി? താൻ ആരെങ്കിലും പ്രേമിച്ചോ? അവൾ പറന്നുപോയിട്ടുണ്ടാവും.
പെൺകുട്ടികൾക്ക് 18 വയസ്സ് കഴിയുമ്പോഴേക്കും മാതാപിതാക്കളുടെ മനസ്സിൽ ആദ്യ കയറി തുടങ്ങും. മകളെ നല്ലൊരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ അവർ നെട്ടോട്ടം ഓടും. ആൺകുട്ടികൾക്ക് പക്വത വരണമെങ്കിൽ 28 കഴിയണം. ആജീവനാന്ത കുരുക്കാണ് വിവാഹമെന്ന ബോധം അവരിലും നഷ്ടപ്പെടും. വിളക്ക് കണ്ട പൂമ്പാറ്റിയെപ്പോലെ ഓടി അടുക്കും, ചിറകറ്റ് താഴെ വീഴും. മനസ്സിലാവുന്നുണ്ടോ വിഷ്ണുവിന്? എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഉപേക്ഷിച്ച് പരായതനായി പോവുകയല്ല വേണ്ടത്. വിഷ്ണുവിന് കഴിവുണ്ട്. ഞങ്ങളുടെയൊക്കെ നല്ല സ്റ്റുഡൻറ്റിൽ ഒരാളാണ് വിഷ്ണുവും. പ്രേമിക്കണം, തൻ്റെ ടാലന്റിനെ പ്രണയിച്ച് അവളിൽ ലയിക്കണം. ജീവിതത്തിൻ്റെ വിജയം അവിടെയാണ്. പുതിയ ബാച്ച് തുടങ്ങാറായി. വിഷ്ണുവിന് വേണ്ടി ഒരു സീറ്റ് ഞാൻ മാറ്റിവെക്കും. ഞാൻ വരും. ഈ ബാച്ചിൽ ഞാൻ ഉണ്ടാവും സർ. പുതിയ വണ്ടികൾ ഇറങ്ങണേനാണെങ്കിൽ ഒരു കൈയും കണക്കും ഇല്ല. ബാക്കി ഒരു വിചാരിച്ചൊരു പണി വന്നിട്ട് എത്ര നാളായെന്നറിയാം വർഷാപ്പിൽ. നിങ്ങളൊക്കെയല്ലേ പണി ചെയ്യുന്നത്, എങ്ങനെ വരും? എന്തു കുഴപ്പം പണിക്ക്? കൊള്ളാലോ വണ്ടി. ആ വാ, അതാ നോക്ക്. അവരൊക്കെ എത്തിക്കാണും. കൊള്ളാം, ഇത് കൊല്ലം മോഡലാണെന്ന് തോന്നുന്നു. ഈ വണ്ടി ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ കയറ്റും. ആ മോഡൽ എത്ര പോരടേ ഒരു മാതിരി? അണ്ണാ, എന്റെ വർക്ക്ഷോപ്പിൽ കയറ്റി ഗ്രീസും ഓയിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ക്ലീൻ, നല്ല പൈസയും കിട്ടും. പറഞ്ഞപ്പോഴങ്ങ് തീർന്ന്. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടി ഏവനെങ്കിലും കൊണ്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ കയറ്റുമോ? അതിനല്ലേ ദേ ഇവനാ ആളിൽ ചെറുതാണെങ്കിൽ ഇവന്റെ ബുദ്ധി വലുതാ. നീ നോയിക്കോ. അതിന്റെ അടിയിലൊന്നും ചെന്ന് കയറി കൊടുക്കരുത്. കാര്യം. This will do. നാരങ്ങ പെട്ടെന്ന് വാ. ഇനി ആ വണ്ടി സ്റ്റാർട്ട് ആവൂല. എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാം. നല്ല കാശും സമ്മതിച്ചടാ നിന്റെ ബുദ്ധി. അവര് വന്നിരുന്നെങ്കിൽ. ദേ വരുന്നു, മിണ്ടാതിരിക്കണേ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ചെറിയ ഡ്രാമ. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആവണില്ലല്ലോ. എനി ഹെൽപ്പ്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഓ, ഇറങ്ങൂ, നോക്കട്ടെ. പിന്നെ ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ? പിന്നെ ഇവിടെ അതേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ഫേമസ് വർക്ക്ഷോപ്പ് ഉണ്ട്, വളഞ്ഞ വഴിയിൽ ഓട്ടോമൊബൈൽസ്. ഇവിടുന്ന് 3 കിലോമീറ്ററോളം പോണം. പക്ഷെ വണ്ടി എങ്ങനെ കൊണ്ടുപോകും? അവിടെ വിളിച്ച ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? വരില്ല. വലിയ വർക്ക്ഷോപ്പ് അല്ലേ, വണ്ടി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. എങ്ങനെയായാലും വേണ്ടിയില്ല, ശരിയായി കിട്ടിയാ മതി. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. മാറും. എഞ്ചിൻ കംപ്ലൈന്റ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഇത് വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ മതിയല്ലോ. അത് ഞാൻ ഏറ്റു. 1 മിനിറ്റ്. അവിടെ ഇരിക്കട്ടെ. 1 മിനിറ്റ്. സ്റ്റാർട്ടായി. ഇനി ഞാൻ വർക്ക്ഷോപ്പിൽ എത്തിക്കാം. വണ്ടി സ്റ്റാർട്ടായില്ലേ? ഇനി ഇതിന് വർക്ക്ഷോപ്പ്. താങ്ക്സ്. അതല്ല, ഇനി ചിലപ്പോ വഴിയിലെങ്ങനെ നിന്നാലോ. എഞ്ചിൻ കംപ്ലൈന്റ് ആണ്. സാറ് വിളിച്ചോന്നറിഞ്ഞു. ഓവ്, ആഭ്യന്തരമന്ത്രിയുടെ ചെറുമകളെ ഒന്ന് കാര്യമായി പരിചയപ്പെടാമെന്ന് വെച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പം ഞാൻ വിളിപ്പിച്ചത് ഇവിടെ റീജോയിൻ ചെയ്ത വിഷ്ണുവിനെ കുറിച്ച് പറയാനാ. അവൻ വളരെ കഴിവുള്ള ഡയറക്ടർ ആവേണ്ടവനാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അവനെ കൂടി ഉൾപ്പെടുത്തണം. അവനെ ഒന്ന് കെയർ ചെയ്യണം. സർ, എനിക്കെല്ലാം മനസ്സിലായി. ഈ വിഷ്ണു ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്? ഇയാളെ എങ്ങനെ തിരിച്ചറിയും? തപസ് ചെയ്യണം. ഇവളാര് പാർവതി? എടാ മണ്ട, പാർവതി തപസ് ചെയ്തതേ ശിവനെ പ്രസാദിപ്പിക്കാനാ. വിഷ്ണുവിന് വേണമെങ്കിലേ ലക്ഷ്മി വരണം. ഓ, വലിയ ഉപകാരം. നമിച്ചേ.
ഹായ് വിഷ്ണു. ഹായ്. റീജോയിൻ ചെയ്യണോ? ആ സുഖാണോ? ആ സുഖം തന്നെ. ആ ഞാൻ മേനു സാർ ഒന്ന് കാണാം. അയ്യോ എന്റെ കാറ് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു. ഇറങ്ങണ കണ്ടു. എന്തോ ഒരു ഒച്ച കേട്ടു. അതിന് ഉടക്കണെന്തിന്? ആഹാ, അപ്പൊ നിക്കാനും വയ്യ, മദ്യപിച്ചിട്ടുണ്ടല്ലേ? ഓടിക്കൊണ്ടിരുന്നിട്ട് നീ നിർത്തിയെന്തിന്? എന്താന്ന് പോലീസ് തീരുമാനിക്കും. പോലീസ് എന്തിന്? എന്തിനാണ് നിർത്തിയത്? പോലീസ് തീരുമാനിക്കും. പോലീസിനെ വിളിക്കല്ലേ? പറ്റിപ്പോയി. എടോ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കാരണം എത്ര പേരാ റോട്ടിൽ മരിച്ചു വീഴും തനിക്കറിയോ? എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? തന്നെ ഞാൻ കോടതി കയറ്റും. കോട്ട് സൂട്ടൊക്കെ ഉണ്ടല്ലോ, ബോധം മാത്രം. അതെ, എന്താ പ്രശ്നം? ചേട്ടാ ഇത് കണ്ട? കണ്ടു വന്നേ. കഷ്ടമൊന്നും ഒറ്റ കയറ്റും. ഇദ്ദേഹം മദ്യപിച്ചിട്ട് നിർത്തിയിട്ടിരുന്ന എന്റെ വണ്ടിയുടെ പുറകെ കൊണ്ട് ഇടിച്ചേക്കണ്. എനിക്ക് 25,000 രൂപ കിട്ടണം, അല്ലെ പോലീസിനെ വിളിക്കും. ഞാൻ ഇതിന് പരിഹാരം എനിക്ക് 25,000 രൂപ കിട്ടണം. തരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ വണ്ടി മാറ്റി ഇട്ടിട്ട് വരാം. വണ്ടി മാറ്റിയിട്ടാ കൂമ്പടിച്ച് പാട്ടി പോലീസ് വരണം, വന്ന് കാണണം ആരുടെ വണ്ടിയാണ് വന്ന് ഇടിച്ചെന്ന്. കണ്ട മണമുണ്ടല്ലോ, അതാണ് കുഴപ്പം. അതെ, ഞാൻ സംസാരിക്കട്ടെ, പരിഹാരം ഉണ്ടാക്കാം. മദ്യം ഇനിയുണ്ടോ? കൊറേ അപ്പൊ ആ സാധനം എടുത്തോണ്ട് അങ്ങോട്ട് വാ. അതെ, ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കി. എനിക്ക് 25,000 രൂപ കിട്ടണം. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? എന്നെ വിശ്വസിക്കണം സാർ. ഇരിക്കൂ, ഇത്രയും വൈകിപ്പോയി, എന്നാലും ഇരിക്കൂ. സാർ ഇപ്പൊ അവിടെ നോക്കൂ, നല്ല വെയിലാണ്. അതുകൊണ്ടാണ് സാറിനോട് ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞത്. തണലായാലും വെയിലായാലും എന്റെ 25,000 രൂപ കിട്ടണം. എന്റെ ഈശ്വര, എന്നെ വിശ്വസിക്കൂ. ഞാൻ റെഡി എന്ന് പറഞ്ഞില്ലേ, ഞാൻ തന്നിരിക്കും. ഇയാളെടുത്ത് പറ 25,000 രൂപ തരണമെന്ന്. സംസാരിക്കരുത്. പോയി 25,000 രൂപ എടുത്തിട്ട് വന്നേ. ഞാനാ പറയുന്നത്. തെറ്റ് തന്റെ ഭാഗത്താണ്. സാറെന്ത് ചെയ്യുന്നു? ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഓ, അപ്പൊ നിങ്ങൾ വിചാരിച്ച ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റൂ? പിന്നെ എത്രയോ പേർക്ക് ചാൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ 25,000 രൂപ എനിക്ക് വേണം. സാർ 25,000 രൂപ തരൂന്ന് പറഞ്ഞില്ലേ, തന്നിരിക്കും. തരണം. എനിക്ക് അത്ര അറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാർ ഒരെണ്ണം അടിച്ചാൽ വേണ്ട. ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. 25,000 രൂപ കിട്ടുമോ? അതിനെന്താ, ആള് പോയേക്കല്ലേ, ഇപ്പൊ കൊണ്ടുവരും. കുടിക്കേ. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാർ പോലീസ് എന്തിനാ ഇതിന്? നമ്മുടെ സമൂഹത്തിൽ വിലയും നിലയുള്ള ഒരാളല്ലേ ഈ പറയുന്നേ. കിട്ടുമല്ലോ അല്ലേ? പിന്നെ അടിച്ചാട്ടെ. ഒന്നുകൂടെ ഒഴിക്കട്ടെ. ഒന്നുകൂടി. പിന്നെ വേണ്ട, നശിപ്പിക്കരുത്. കഴിക്ക. വെള്ളം ഒഴിച്ചിട്ടില്ല. എനിക്ക് 25,000 രൂപ തരുമല്ലോ. ഞാനല്ലേ വാക്ക് പറഞ്ഞത്? വാക്കാണല്ലേ? പിന്നെ ഞാൻ പോലീസിനെ വിളിക്കും. ഇതും കൂടെ കഴിക്കേ. എന്റെ 25,000 രൂപ ഇപ്പൊ തരുമോ അതോ കുറച്ച് താമസം? ഞാനല്ലേ പറഞ്ഞത്, തന്നിരിക്കും. ഉടനെ തരണം. ഞാൻ കുറച്ച് തിരക്കുള്ള ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. തരും. മനസ്സിലായി? നമുക്ക് എണീക്കാം. ഇപ്പൊ വരും. പൈസ കൊണ്ടുവന്നിട്ട് പോയാ ഇല്ല, ഇപ്പൊ എണീക്കേ. എണീരേ. അല്ല, എണീക്കുന്നേ, കാശിപ്പോ വരും. വരുമെന്ന് ധൈര്യമായിട്ട് പോ. അയ്യോ, എന്റെ വണ്ടി കണ്ട. എനിക്ക് പോലീസിനെ വിളിച്ചേ പറ്റൂ. എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? എന്റെ വണ്ടി കൊണ്ടിടിച്ച്. ആരടിച്ച്? മറ്റേ കോട്ടും സൂട്ടും ഇട്ടവൻ. തെണ്ടി, എവിടുന്ന അടിച്ച് ഫിറ്റായി എന്റെ കൂട്ടുകാരന്റെ വണ്ടി കൊണ്ടുപോയി ഇടിച്ചിട്ട് 25,000 രൂപ വേണോടാ? ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വരട്ടാ. അയ്യോ, വന്നല്ല പൈസ. 25,000 രൂപ കൊടുക്കട്ടെ മെസ്സിന്. കൊടുത്തേക്ക്. വെള്ളം അടിച്ചിട്ട് വന്നിരിക്കുന്നു തെണ്ടി. 50,000 രൂപ കൊടുക്ക. എന്റെ പൈസ ഒന്നുമില്ല. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. അതെ, മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കാരണം ആക്സിഡന്റ് ആയി. ആരാടാ മദ്യപിച്ചിരുന്നത്? കയ്യാത്തറ. നീ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഞാനാണ് ഈ കേസ് കോംപ്രമൈസ്. മാറണ്ട. മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്നെ കൊണ്ട് ഇടിച്ചത് പോരാത്തോണ്ട് എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു സാർ. അവരാണ് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചത്. നിർത്തടാ. സെക്ഷൻ 195 അല്ലെങ്കിൽ വേണ്ട 290 വെച്ച് കൊടുത്തു വിട്ടേക്ക്. സാർ മേശിനി, ഇവിടെ മദ്യമൊക്കെ ഉണ്ടല്ലേ? മദ്യോ? എവിടുന്ന്? ഈ സെക്ഷനിലുള്ളവർക്ക് 290 വെച്ച് കൊടുക്കാൻ പറഞ്ഞു.
90? 290 ഇപ്പൊ പറഞ്ഞതല്ലേ? ആ, അതെ, ഞാൻ ഈ SI-യുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൊടുക്കാൻ. എന്നാ പിന്നെ ഒരു 90 കൂടെ പറ. അയ്യോ, എനിക്കതിൽ നിന്നൊരു 60 പറയണേനെന്ത് കുഴപ്പം? 290 ഇല്ലേ, എനിക്കതിൽ നിന്നൊരു 60 മേശിരി ഒരു 90 കൂടെ പറ. കുഴപ്പാവോ? അത്രയും ബന്ധമുള്ളോണ്ടല്ലേ. എക്സ്ക്യൂസ് മീ സർ, നമസ്കാരം. അതെ സാർ, ഈ അവർക്ക് കൊടുത്ത പോലെ എനിക്കൊരു ചെറുത് 90. അല്ല, അവർക്ക് 290 കൊടുത്തില്ലേ, എനിക്കൊരു ചെറുത് മതി 90. ഓ, തനിക്കും വേണോ 290? അല്ല, കിട്ടിയാ കൊള്ളാം. ഇയാൾക്കും കൊടുത്തരാം 290. ഒപ്പിട്ടിട്ട് പോടോ. എന്തിനാ സാർ ഒപ്പിടുന്നത്? എടോ, IPC സെക്ഷൻ 290 പബ്ലിക്കായിട്ട് തെറി വിളിച്ചേന് ആരെങ്കിലും പെറ്റി ഇറന്നു വാങ്ങോടോ. പെറ്റിയായിരുന്നല്ലേ? അഞ്ജലി, ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരുടെ ആരുടെയും മൊബൈലിൽ കിട്ടുന്നില്ല. വൈകിട്ട് ഇവിടുന്ന് പോയപ്പോഴേ എന്തോ പന്തികേട് എനിക്ക് തോന്നിയതാ. ഇപ്പൊ സമയം ഏകദേശം 12:15. എന്തായാലും സിനിമയ്ക്ക് പോകുമ്പോ നമ്മളെ കൊണ്ടുപോകാറുള്ളതല്ലേ. എന്റെ ബലമായ സംശയം വീശാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ ഉടനെ വല്യച്ഛനെ വിളിച്ചു പറയാൻ പോവാ. ഏയ്, നീ ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കരുത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എല്ലാവരും കയറി ഒന്ന് മിനുങ്ങി. ഓവറായപ്പോ ചെറിയൊരു അടിയുണ്ടായി. എന്നിട്ട് പോലീസ് വന്നപ്പോ ഭാര്യന്ന് ഇറങ്ങി. അതോടെ മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്തു. വിഷ്ണു എപ്പോ 2 വിട്ടാലും പിന്നെ ഒരു അടി ഉറപ്പാ. തൽക്കാലം നിങ്ങൾ പോയി കിടക്ക്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. നീ വിഷ്ണുവിനെ സ്നേഹിക്കുന്നത് വെറുതെയാവോ? മെല്ലെ പൂക്കും മലരേ, മുന്നിൽ മിന്നും അഴകേ, നിന്നെ കാണാൻ ഇതിലേ വന്നു ഞാൻ നിന്നരികെ. ഒട്ടുതൊട്ട നെറ്റിത്തടത്തിൽ തൊട്ടുറുമ്പും തങ്കവെയിലായി തൊട്ടടുത്തു തന്നെ ഞാനും നിന്നോട്ടേ. ചെണ്ടുമല്ലിപ്പൂവിൻ കുരുന്നേ, ചുണ്ടിലൂറും ചില്ലച്ചിരിയും കണ്ടു കണ്ടു നിന്നെ കണ്ണിൽ വച്ചോട്ടേ. മെല്ലെ പൂക്കും മലരേ, മുന്നിൽ മിന്നും അഴകേ, നിന്നെ കാണാൻ ഇതിലേ വന്നു ഞാൻ നിന്നരികെ. കാണുന്നതെല്ലാം നിൻ കാതരഭാവങ്ങൾ, കനവാകെ നീ ചൊല്ലും കളിചിരിമേളങ്ങൾ. കൈയെത്തും ദൂരത്തെ പുലരികളോരോന്നിൽ കാതോരം നീ പാടി പരിഭവരാഗങ്ങൾ. മാരിവില്ലു പോലെ എന്റെ മോഹമാകെയും നിറമാർന്നു നിൽക്കയാണു നിന്നെ സ്വന്തമാക്കുവാൻ. മഴ പൊഴിയണ പോലെ നിൻ മൊഴി നിറയും ഈ വേളയിൽ മധുരിക്കും പുഴയായൊഴുകി ഞാൻ. മെല്ലെ പൂക്കും മലരേ,
ചൊല്ലി നീ ആത്മസ്വകാര്യങ്ങൾ അറിയുന്നതെല്ലാം നിൻ സ്നേഹസുഗന്ധങ്ങൾ. ഇത്ര നാളും എന്തിനിത്ര മാറി നിന്നു നീ, ഒരു ചൈത്ര വീണു പോലെ ദൂരെ മൂളി നിന്നു നീ. തളിരിലയിൽ പെയ്യുമീ ഹിമകണമാണെൻ മനം, പ്രണയത്തിൻ പനിനീർത്തേൻ പൂവേ. നെല്ലെ പൂക്കും മലരേ, മുന്നിൽ മിന്നും അഴകേ. നിന്നെ കാണാൻ ഇതിലേ വന്നു ഞാൻ നിന്നരികേ. ഒട്ടുതൊട്ട നെറ്റിത്തടത്തിൽ തൊട്ടുറുമ്പും തങ്കവെയിലായി, തൊട്ടടുത്തു തന്നെ ഞാനും നിന്നോട്ടേ. ചെണ്ടുമല്ലിപ്പൂവിൻ പൊരുന്നേ, ചുണ്ടിലൂറും ചെല്ലച്ചിരിയും കണ്ടു കണ്ടു നിന്നെ കണ്ണിൽ വച്ചോട്ടേ. മെല്ലെ പൂക്കും മലരേ, മുന്നിൽ മിന്നും അഴകേ. നിന്നെ കാണാൻ ഇതിലേ വന്നു ഞാൻ നിന്നരികേ. ഞാൻ പല വിലയും കാണിക്കും. നീ ഇന്നലെ എന്നെ പിടിച്ചകത്തിട്ട് പുഷ്പം പോലെ ഞാൻ ഇറങ്ങി പോന്നു. ഈ നാട്ടിൽ നീ ഞാൻ പറയുന്നത് പോലെ കേട്ട് നിന്നാ നിനക്ക് കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടും. അല്ല എന്നെ എതിർക്കാനാണ് അത് ഞാൻ പറഞ്ഞോളാം. ഭാവമെങ്കിൽ നിന്നെ ഞാനിത് എന്നെ തോണി കടത്തും. അത് ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി. ഞാൻ സാറ് പറയുന്നത് തന്നെ കേട്ട് ജീവിച്ചോളാം. പക്ഷെ എന്റെ പ്രമോഷന്റെ കാര്യം സാറൊന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യണം. മണൽ ലോബിയുടെയും കള്ളക്കടത്തുകാരുടെയും കിട്ടുന്നതിൽ പാതി എനിക്ക് തരണം. പിന്നെ ഇതൊന്നും ചെയ്തില്ല എങ്കിൽ അട്ടപ്പാടിയല്ല കുട്ടപ്പാടി ചെന്ന് കുട്ട എടുത്ത് തണ്ടേണ്ടി വരും. കേട്ടോടാ കുട്ടപ്പാ. സാറേ ചുപ്പുരഹോ, ഇവൻ പറയുന്ന കേൾക്കുന്ന നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനി ഇവൻ നാട്ടുകാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തും. ഇവൻ കായംകുളം കൊച്ചുണ്ണിയാ. ആഭ്യന്തരമന്ത്രിയല്ലേ? ഞാന് റോസിയുടെ മകനാ. എന്റെ മോന് നല്ല സുഖമില്ല. ഫോൺ അമ്മയ്ക്ക് കൊടുക്കണം. നമ്മുടെ ജോലി തെറിപ്പിക്കാനുള്ള പ്ലാൻ ആണോന്ന് അറിയാൻ വയ്യ. ഇവന്റെ കയ്യിലെ വെബ് ക്യാം ഉണ്ടോ നോക്കണം. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി എഴുതണം. ഞങ്ങൾക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയോ. ജീവ, അയ്യോ അങ്ങനെ പറയരുത്. എനിക്ക് നിക്കാൻ വയ്യ. എനിക്ക് പോണം. എനിക്ക് പോണമെന്ന്. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. നമ്മൾ രണ്ടുപേരും ഇതെവിടെയെല്ലാം പോണം. ഒരു ദിവസം തന്നെ 4 കല്യാണം, 2 പാലുകാച്ച്, 3 മാമോദിസ മുക്ക്. വെറുതെ ഇതൊന്നും വാരി വലിച്ച് കഴിക്കേണ്ടിയില്ലായിരുന്നു. പറയുന്ന കേട്ടാത്തൊന്നും നീ ഒന്നും കഴിച്ചില്ല. ഞാൻ ആദ്യം കേറും. ഞാൻ കേറും. അയ്യോ അവിടെ തട്ടല്ലേ. ഞാൻ കേറാം. നീ ഇത് അഴിച്ചു പറക്കി വരുമ്പോഴത്തേന് നേരം വെളുക്കും. ആദ്യം ഞാൻ കേറാം. എടാ ഒന്ന് തുറക്കടാ. ഞാൻ മാത്രം കയറിക്കോളാം. എന്തുവാണ് ഇത്? എന്താ നവരസങ്ങൾ കാണിക്കണോ? നിനക്കിത് വലിയ രസമായിട്ടൊക്കെ തോന്നും. അനുഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അവന്റെ അടുത്ത് വേഗം ഇറങ്ങാൻ പറ, ഇല്ലെങ്കിൽ കൂടെ വേറെ വല്ലതും നടക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. എടാ വരാത്ത തുമ്പി എന്ന് വിളിച്ച് വരുത്താതാ. ഇവിടെ പറക്കാൻ റെഡിയായിട്ട് ഒരു തുമ്പി ചിറകും മുളപ്പിച്ച് നിൽക്കുക. ആശ്വാസമായി.
ഇനി ഒരു 10 കല്യാണത്തിന് പോകാനും ഞാൻ റെഡി. ഡേയ്, ഇനി നീ കയറിക്കോ. ഇനി പോയിട്ട് ഒരു കാര്യവും ഇല്ല, എല്ലാം കഴിഞ്ഞ്. സാറേ ചായ. ഞാൻ പറഞ്ഞ കാര്യം സാറ് സാധിച്ചു തരണം. എന്ത് കാര്യം? എന്റെ മോന്റെ കാര്യം. അവൻ എന്ത് കേസിലാ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നേ? തേങ്ങാ മോഷണ കേസ്. മോഷണം നടത്തിയ പിന്നെ പോലീസ് പോക്കത്തില്ലേ? അവൻ മോട്ടിച്ചതല്ലേ സാറേ, വീട്ടുമുറ്റത്ത് കിടക്കണുണ്ടപ്പോ ആരും കാണാതെ എടുത്തോന്നേ ഉള്ളൂ. അതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. ആ, ഏതായാലും ഞാൻ SI വിളിച്ച് പറയാം. എന്താ അവന്റെ പേര്? ആൻ്റപ്പൻ. അവന് പറ്റിയ പേര് സത്യശീലൻ എന്നായിരുന്നു. ഓരോ അവതാരങ്ങള്. എനിക്ക് 1000 രൂപ വേണം. കൊച്ചിന് വെള്ളം അടിക്കാനാ. കൊച്ചിന് വെള്ളം അടിക്കാനോ? അല്ല, കൊച്ചിന് വെള്ളക്കരപ്പിന് മരുന്ന് വാങ്ങിക്കാനാ. ഓ, നീ എന്റെ ഒരു വെള്ളക്കരപ്പൻ. നിന്നെയൊക്കെ പെറ്റപ്പ തന്നെ കമഴ്ത്തി കടത്തി കൊല്ലണ്ടതായിരുന്നു. നേരത്തെ ആലോചിക്കേണ്ടത്. ഒരാൺതരിയല്ലേ, കയ്യോ വളരുന്നു, കാലോ വളരുന്നു, നാക്കോ വളരുന്നു, മൂക്കോ വളരുന്നു, എന്തൊക്കെയോ വളരുന്നു എന്ന് നോക്കി വളർത്തി. അപ്പോഴല്ലേ മനസ്സിലായത് വളർച്ച മുഴുവൻ ഭൂമിക്ക് അടിയിലോട്ടാണെന്ന്. പൂരിയടക്ക പോലെ. പിന്നെ നിങ്ങൾ പിന്നെ വളർന്ന് പന്തലിച്ച പന പോലെ നിൽക്കുകയടാ. എന്റെ വളർച്ച കൊണ്ടാ നീ മൂക്കറ്റ ഞണ്ണുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഓണം ഉണ്ട് തന്നെ. എടാ മരമാക്രി, നീ എന്നടാ, നീ എന്നെ പറ്റതല്ല, ഞാൻ നിന്നെ പറ്റതാ. ആണല്ലോ. എന്നാ ഞാൻ പറഞ്ഞ കാശുതാ. കോശു ദേ, ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ചാ നിന്നെ പോലീസ് സ്റ്റേഷൻ ഇറക്കിയത്. ഇനി അവൻ ആ ഉരുവി വേണോന്ന്. എടാ, വല്ല പണിക്കും പോയി കാശുണ്ടാക്കാൻ നോക്ക്, അല്ലെങ്കിൽ വല്ല പിടിച്ചു പറിക്കാൻ നോക്ക്. അമ്മ പറയും പോലെ ഞാൻ പോയി പിടിച്ചു പറിക്കുവേ. പിന്നെ അമ്മ എന്നെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറക്കേണ്ടി വരും. ഞാനല്ലാതെ പിന്നെ നിന്നെ തന്തയാടാ നിന്നെ പോലീസ് സ്റ്റേഷൻ ഇറക്കിയത്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടാ? പറഞ്ഞാ വേണമെങ്കിൽ തള്ളക്കി കൂടെ വിളിച്ചോ. തള്ളേ നിനക്ക് വിലയില്ലല്ലോ. എന്നാ വില കാണിക്കാനായിട്ടൊരു സന്തതി. എനിക്ക് ഒരു സ്വൈരം തരരുത്. ഇന്ന കൊണ്ടുപോയി പണ്ടാണ്. ഇത് 500 ഉള്ളൂ. അയ്യോ, അദ്ദേഹം ഇങ്ങോട്ടാ വരണം തോന്നുന്നു. നീ വേഗം പോവാൻ നോക്ക്. ഞാൻ ഇനിയും വരും. തേങ്ങയോ മാങ്ങയോ വല്ല ഉണ്ടെങ്കിലേ അകത്തെടുത്ത് വെച്ചോണം. അല്ലെങ്കിൽ അറിയാതെ എന്റെ കൂടെ അങ്ങോട്ട് പോവും. എന്റെ ഒരു വിധി. നമ്മുടെ അലക്സിനെ കൂടി കൊണ്ടുപോകണം. എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആളില്ലല്ലോ. അങ്ങനെ പോയാൽ നമ്മൾ പട്ടിണിയാവില്ലേ? നമ്മൾ പോകുന്നത് കാട്ടിലേക്കല്ലേ. എന്തൊക്കെ വന്നാലും ഞാൻ ഡീപ് ഫോറസ്റ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ദാറ്റ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വേണ്ട. ആര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യെസ്, ഞാനുണ്ട്. മാടപ്രാവേ മാടപ്രാവേ മേടക്കാവിൽ വേനൽ കൂടും തേടിവാ, നീ കൂടവാ. കോടക്കാറ്റിൻ കാണാ കൈകൾ താളം തട്ടിപ്പാടും നേരം കേട്ടുവാ, നീ കൂട്ടുതാ. നിന്നും ചുണ്ടത്തെ ചൂളങ്ങൾ കേൾക്കാനായി ഇന്നെത്തുന്നേ ആരോ. ഈ കുന്നത്തെ പൂവെല്ലാം നുള്ളാനായി വന്നെത്തുന്നേ ആരോ. ഈ താഴ്വാരത്തിൽ തീരച്ചായും പാലക്കൊമ്പേലൂഞ്ഞാലാടി പയ്യാരങ്ങൾ പയ്യെ ചൊല്ലേണ്ടേ. ഓ baby, baby, you drive me oh so crazy. Far away from my reality, a song I sing for you alone. Oh baby, baby, you drive me oh so crazy. Far away from my reality, a song I sing for you alone. മാടപ്രാവേ 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 മേടക്കാവിൽ വേനൽ കൂടും തേടിവാ, നീ കൂടവാ, നീ കൂടവാ. പട്ടം പോലെ ഓലെ ഞാലി കുഞ്ഞാറ്റെ നീ പായാനും പാടാനും വേണം.
ചിറകു തിരയുകയായി അതിരുമായുമൊരാവേശത്തിൻ അലകൾ ഞൊറിയുകയായി ആരും കണക്കുന്നും കേറി കാണാമേടും കാടും ചുറ്റി നീരിൽ മുങ്ങി പൊങ്ങാൻ പോകേണ്ടേ Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. മാടപ്രാവേ 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 മേടക്കാവിൽ വേനൽ കൂടും തേടി വാ നീ കൂടെ വാ വാലില്ല പൊന്മാടത്തേക്കും വായാടിപ്പൂ തത്തയ്ക്കിന്ന് തോരാത്തൊരീണങ്ങളേകി താഴത്തേതോ വാടാമല്ലിക്കൊമ്പേലാടും തുമ്പിപ്പെണ്ണിൻ കാതോരം കിന്നാരം മൂളി സമയ സൂചികളോടിയ നേരം മിഴികൾ വിടരുകയായി അകലെ ഏഴാം കടലിനുമേലെ ഹൃദയമലയുകയായി ഈ നാടോടുമ്പോൾ ചുമ്മാതെ നാം ഓരം തേടിപ്പോകാതൊന്നായി കാണാപ്പൂരം വേഗം കാണേണ്ടേ Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. മാടപ്രാവേ മാടപ്രാവേ മേടക്കാവിൽ വേനൽ കൂടും തേടി വാ നീ കൂടെ വാ കോടക്കാറ്റിൻ കാണാ കൈകൾ താളം തട്ടി പാടും നേരം കേട്ടുവാ നീ കൂട്ടുതാ നിൻ ചുണ്ടത്തെ ചൂളങ്ങൾ കേൾക്കാനായി ഇന്നെത്തുന്നേ ആരോ ഈ കുന്നത്തെ പൂവെല്ലാം നുള്ളാനായി വന്നെത്തുന്നേ ആരോ ഈ താഴ്വാരത്തിൽ തീരച്ചായും പാലക്കൊമ്പേലൂഞ്ഞാലാടി പയ്യാരങ്ങൾ പയ്യ ചൊല്ലേണ്ടേ Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. Oh baby, baby, you drive me oh so crazy. Far away from my reality, song I sing for you alone. മാടപ്രാവേ 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 മേടക്കാവിൽ വേനൽ കൂടും തേടി വാ നീ കൂടെ വാ മോളെ അന്നക്കുട്ടി, വല്യച്ഛന് മോളെ ഒന്ന് കാണണമെന്നുണ്ട്. വല്യച്ഛ, ഞാൻ അഞ്ജലിയാ. സാന്ദ്രയ്ക്ക് കൊടുക്കാം. ദേ വല്യച്ഛൻ. സാന്ദ്ര എന്താ വല്യച്ഛ? അന്നക്കുട്ടി, വല്യച്ഛന് ഈ രാഷ്ട്രീയ ജീവിതം മടുത്തു. ഒന്ന് സ്വസ്ഥമായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. മോളൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് വരില്ലേ? വല്യച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. അന്നക്കുട്ടി ഉടനെ എത്താം. ആ, ഞാൻ വൈകിട്ട് വിളിക്കാം. ആരടി അന്നക്കുട്ടി? അത് പിന്നെ എടി സത്യം പറ. വല്യച്ഛൻ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. അന്ന എൻ്റെ സിസ്റ്ററായിരുന്നു. അന്നയെ പറ്റി പറയുമ്പോൾ ജീവനെ പറ്റിയും പറയേണ്ടി വരും.
ഞാനിന്നലെ ചോദിച്ചതിന് മറുപടി ഒന്നും തന്നില്ല. പറയാൻ മടിയാണെങ്കിൽ നാളെ ഈ കത്തിന് മറുപടി തന്നാൽ മതി. ആരെ വരുന്നുണ്ട്? ദാ സാറേ ചായ. അതെ, എന്റെ വല്യപ്പച്ചന് ഞാൻ ചായ കൊടുത്തോളാം. റോസി കൊച്ചമ്മ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയാ മതി. അതെ മോളെ ഞാൻ അവിടെയൊക്കെ നോക്കി കാണാത്തത് കൊണ്ടാ ഞാൻ. അതൊന്നും അല്ല. റോസേന്റിയുടെ മകനില്ലേ ആ തല്ലുള്ളി ആന്റപ്പൻ, അവൻ ഇന്നലെ ആ കോളനി കയറി തല്ലുണ്ടാക്കി. പോലീസ് പിടിച്ചോണ്ടുപോയി. അത് സോപ്പിട്ട് പറയാനാ എന്നെ കാണാതെ ചായയും കൊണ്ട് ഇങ്ങോട്ട് പോന്നെ. ആരോടി റോസി? കണ്ടോ ഇന്നാളൊരു ദിവസം മോന് കള്ളു കുടിക്കാൻ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ എടുത്തിട്ട് പെരുമാറിയപ്പോ ഇവിടെ വന്നിരുന്ന എന്ത് കരച്ചിലായിരുന്നു. ആ കാലമാടിനെ ഏതെങ്കിലും പോലീസുകാർ പിടിച്ചോണ്ട് പോയെങ്കിൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടിയാൻ എന്റെ കർത്താവേ എന്ന് പറഞ്ഞായിരുന്നു കരച്ചില്. കർത്താവ് അത് കേട്ട് ഇപ്പൊ കർത്താവും പുലിവാല് പിടിച്ചു. സാരമില്ല, സ്വന്തം മോനല്ലേ. എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാ. സ്വന്തം കാര്യം വരുമ്പോ സ്വാർത്ഥരാകും. റോസി, എസ് ഐക്കും പോലീസുകാർക്കൊക്കെ ചായ കൊടുത്തോ? ആ എന്നാ കൊടുക്ക്. എസ് ഐ ജോർജിനോട് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പറ ആൻ്റപ്പനെ വിടാൻ. ഞാൻ പറഞ്ഞു എന്ന് പറയൂ. കണ്ടോ ആ സന്തോഷം? ഇനിയും പോയി തല്ലി മേടിക്കാനാ. ഒന്ന് അടങ്ങന്റെ കാന്താരി. അന്നമ്മളോട് അത് പിന്നെ ചോദിക്കാനുണ്ടോ? പള്ളിയില് നിനക്ക് ആളോടൊപ്പം ഒന്ന് പള്ളി പോയിക്കൂടെ? എവിടെ ഇരുന്ന് വിളിച്ചാലും ദൈവം വിളി കേൾക്കും. അവളെല്ലാ ദിവസവും പള്ളി പോകുന്നതേ പപ്പയും മമ്മിയും നാളെ വരണേ നാളെ വരണേ എന്ന് പ്രാർത്ഥിക്കാനാ. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കും. നിന്നോട് കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ ആയി പോവും. ആ ഇതാണ്ട് മോള് വരുന്നുണ്ട്. വല്യപ്പന് വേണ്ടി പ്രാർത്ഥിച്ചോ? എന്നാലും നീ ചായ കുടിച്ച് രാവിലത്തെ ഗുളിക കഴിക്ക്. അനോളെ ഗുളിക എടുത്ത് കൊടുക്ക്. അതെ, ഇവള് കൊച്ചുകുട്ടിയൊന്നും അല്ല. ഞങ്ങള് തമ്മിൽ 10 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാ മമ്മി പറഞ്ഞത്. ആ എന്നാ വേണ്ട, ഞാൻ എടുത്തു കൊടുക്കാം. വേണ്ട എന്റെ പൊന്നെ, ഞാൻ തന്നെ പോയി എടുത്തു കൊടുത്തോളാം. അന്ന, എനിക്കെന്റെ അച്ഛനും അമ്മയും ഇല്ല. എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് വരുന്ന അന്നയെ ഞാൻ എന്നും കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അന്നയുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു വന്നവനാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുഞ്ഞുനാളിൽ ഉപേക്ഷിച്ചു പോയതാണ്. എന്നെ സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ ആരുമില്ല. സിനിമാ നടനാകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഈ അവസ്ഥയിൽ അന്നയ്ക്ക് എന്നെ സ്നേഹിക്കാനാകുമെങ്കിൽ ഈ ജീവൻ്റെ ജീവൻ പോലും തരാൻ ഞാൻ തയ്യാറാണ്. മറുത്തൊരു വാക്ക് പോലും പറയാനില്ലെന്ന് വിശ്വസിച്ച് സ്വന്തം ജീവൻ. അന്ന, അന്ന, അന്ന വാതിൽ തുറക്ക്. എന്റെ പൊന്നുമോൾ ഇത് കഴിച്ചേ. എന്താ തൊണ്ടവേദനയുണ്ടോ? രാവിലെ എണീറ്റ് മഞ്ഞും കൊണ്ടുള്ള പള്ളി പോക്ക. വേണ്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ. അനുഭവിച്ചോ? എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. റോസി ആന്റിയോട് ജീരകവെള്ളം ഉണ്ടാക്കാൻ പറയാം. ദാ ഇത് കഴിക്ക്.
ഹലോ അന്ന, ജീവനാണ്. ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നാണ് ആലോചിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? ആരവിടെ പടം വരച്ചിരുന്നത്? മുഖം കാണാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അന്നയുടെ മുഖം കണ്ട അതിൻ്റെ അടുത്തുള്ളതെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകും. എന്താ ഒന്നും മിണ്ടാത്തെ? പറയേ, ഞാൻ കേൾക്കട്ടെ. ഇന്നലെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ആരായിരുന്നു കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീ? അതുകൊണ്ടല്ലേ എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയാതെ വന്നത്. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ റെഡിയായി. ഇനി നമുക്കൊരുമിച്ച് അവിടെ ഇവിടെ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടെങ്കിൽ നന്നായിരുന്നു. എന്താ ഒന്നും പറയാത്തത്? വല്യപ്പച്ചൻ വരുന്നുണ്ട്. എന്നാ വെച്ചോളൂ. നോവലാണല്ലേ? ജീവൻ അവളുടെ കണ്ണുകളിലേക്ക് നിർനിമിഷനായി നോക്കി. ഇടതൂർന്ന കൺപീലികളിൽ പ്രേമത്തിന്റെ നറുതേൻ കണങ്ങൾ ചാലിച്ചതുപോലെ. എല്ലാം എനിക്കറിയാം മോളെ. നീയാണെന്ന് കരുതി ജീവൻ എന്നോടാ ഫോണിൽ സംസാരിച്ച്. നമ്മൾ ഇരട്ടകളാണെന്ന് നീ ജീവനോട് പറഞ്ഞിട്ടില്ല അല്ലേ? നമുക്കൊരു സൂത്രം ഒപ്പിക്കാം. നീയായിട്ട് ഞാൻ അഭിനയിക്കാം. നീ പേടിക്കണ്ട, ഞാൻ ലിമിറ്റ് ഒന്നും വിടത്തില്ല. ജസ്റ്റ് ഫൺ. നീ ഉടനെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ജീവന്റെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? കൊച്ചു കള്ളി. ഹലോ, എന്ത് ചെയ്യുന്നു? അന്നയോ? ഒരു വിളികാത്ത വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു. വീർപ്പ് മുട്ടിയോ? അതെന്തോന്ന് മുട്ടി? വിഷമിച്ചിരിക്കുകയായിരുന്നു ഒന്ന്. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. പ്രേമജ്വരം ബാധിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ മുട്ടലും തട്ടലും ഉണ്ടാകുന്നത്. അതുപോട്ടെ, എന്തിനാ മുട്ടിയത്? നാളെ ഒന്ന് കാണാൻ പറ്റുമോ? റെഡി. എപ്പോഴാന്ന് പറഞ്ഞാ മതി. നാളെ രാവിലെ 10 മണിക്ക് പാർക്കിൽ. നേരി കാണുമ്പോ എന്തൊരു അടക്കവും വിനയവും. ഫോണിലൂടെ ഒരു കിലുക്കാൻ പറ്റിയും. നാളെ നേരിട്ട് കാണാം. ബൈ. ഞാൻ കരുതി വരില്ലാന്ന്. അതെന്താ? ഇന്ന് തിരക്കുള്ള ദിവസമല്ലേ? തിരക്കോ? എന്ത് തിരക്ക്? ഹാപ്പി ബർത്ത്ഡേ. എന്താ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ജീവനാണ് ആദ്യമായി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്. വല്യപ്പച്ചൻ ടൂറില്ല. പിന്നെ പപ്പയും മമ്മിയും രാത്രിയിലേ വിളിക്കൂ. പിന്നെ വിഷ് ചെയ്യാനുള്ള ഒരാൾ. ആ ഒരാൾ ജീവനാണല്ലേ? എന്താ ഇത്? പൊട്ടിച്ചു നോക്ക്. താങ്ക് യു. അപ്പൊ ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്നോ? ലിമിറ്റ് വിടാൻ പാടില്ല. ശരി.
നല്ലതൊരാളെ കാണിക്കാനുണ്ട്, എന്റെ അന്നയെ. പാവം എന്റെ അന്ന. കുഞ്ഞ് ചായ. അയ്യോ, ഇത് മൊബൈൽ ഫോൺ അല്ലേ? ആരുടെയാ? അയ്യോ, കുഞ്ഞിൻ്റെയോ? കുഞ്ഞിനെന്തിനാ മൊബൈൽ ഫോൺ? മിണ്ടാൻ കഴിയാത്തവർക്ക്. ഹലോ അനേ. ജീവൻ വിളിച്ചിരുന്നു അല്ലേ? ഹലോ. ഹലോ, മനസ്സിലായി. അടുത്ത ആളുണ്ടല്ലേ? എങ്ങനെയുണ്ട് എൻ്റെ റിംഗ് ടോൺ? ഞാൻ വിളിക്കുമ്പോൾ അടുത്ത ആളുണ്ടെങ്കിൽ SMS ചെയ്താൽ മതി കേട്ടോ. എപ്പോഴെപ്പോഴും വിളിക്കണ്ട, ചുറ്റിലും ആളാ. SMS ചെയ്താൽ മതി. ഫോൺ വെക്ക. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അന്നയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അവളുടെ സ്ഥിരമായുള്ള പള്ളി പോക്ക് അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. അതെന്താ? ജീവൻ എന്ന് പറയുന്ന ഒരാളുമായി അന്ന പ്രേമത്തിലാണെന്നാ നാട്ടി സംസാരം. നീ അവളോട് ഈ കാര്യമൊന്ന് ചോദിക്കണം. അവനും അവന്റെ കൂട്ടുകാരും സ്ഥിരമായിട്ട് അവളെ കാണാറുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം അവളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ആളുണ്ട്. SMS ചെയ്താ മതി. ഓക്കെ അല്ലേ? നല്ല റിംഗ് ടോൺ. എന്റെ ഫോണിലും ഇതാക്കി. നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരേ റിംഗ് ടോൺ മതി. 3? ശരിയാ, ജീവന്റെ റിംഗ് ടോൺ ഇതാണല്ലോ. മോളെ, ഇതാ മെസ്സേജ്. വല്യപ്പച്ചൻ വന്നോ? എവിടെ? എന്റെ ബാഗ് വണ്ടിയിലുണ്ട്. അതാ പോലീസുകാർ എത്തിച്ചോളൂ. വാ. ആദർശം പറയുന്ന നേതാവ് സ്വന്തം കാര്യം വരുമ്പോ നീ ആ SMS നോക്ക്. വല്ല ലൈനിലും കുരുങ്ങിയോ പെണ്ണേ? തുടരെ SMS വരുന്നുണ്ടല്ലോ. അതിനെ വേറെ ആളെ നോക്കണം. സ്വന്തം മോളെ പോലെന്ന് വിചാരിച്ചോ? ഞാൻ അടക്കം ഒതുക്കൊള്ള പെണ്ണ. ഇതാ അന്നക്കുട്ടിയുടെ പണിയാ. അവളാ SMS അയച്ചിരിക്കുന്നെ. അവളെവിടെ? മോളിലുണ്ട്, ത്രെഡ്മില്ലിലാ, എക്സസൈസ്. വല്യപ്പച്ചൻ വരുന്നെന്ന് എന്നെ അറിയിച്ചതാ. കുരുട്ട് കണ്ണല്ലേ, എത്ര ദൂരെ നിന്നും കണ്ടുപിടിച്ചു കളയും. വല്യപ്പച്ചന്റെ കാർ അവള് കണ്ടു കാണും. മിന്നായം പോലെ കണ്ടാലും അവള് തിരിച്ചറിയും. അതങ്ങനെയാണ് മോളെ. ഡോക്ടർ പറഞ്ഞറിയില്ലേ, ഊമയായതുകൊണ്ട് അവൾക്ക് അകലെയുള്ള വസ്തുക്കൾ കാണാനുള്ള സിദ്ധി കൂടുതലാ. വീണ്ടും വല്യപ്പച്ചൻ ഊമയാണെന്ന് പറഞ്ഞു. സോറി മോളെ, നിന്റെ അമ്മയോടും വല്യപ്പച്ചൻ അറിയാതെ. ലീവ് ഇറ്റ് മാൻ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഇത്രയും സെൻസിറ്റീവ് ആയാലോ?
എനിക്കറിയാം മമ്മി വല്യപ്പച്ചന്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരുന്നു. എൻ്റെ മറിയാമ്മയ്ക്ക് നിന്റെ മമ്മിയെ ജീവനായിരുന്നു. മരിക്കുന്നത് വരെ നിന്റെ പപ്പയ്ക്ക് അവൾ മാപ്പ് കൊടുത്തിരുന്നില്ല. അത് വല്യമ്മച്ചി ഓർത്തഡോക്സ് ആയതുകൊണ്ടല്ലേ? ദേ എൻ്റെ മറിയാമ്മയെ കുറിച്ച് സ്വന്തം ഭാര്യയെ പറഞ്ഞപ്പോ ദേഷ്യം വരുന്ന കണ്ടോ? അപ്പൊ എന്റെ പപ്പയെ കുറിച്ച് പറയുമ്പോ എനിക്ക് ദേഷ്യം വരില്ലേ? ഞാൻ വല്യപ്പച്ചന്റെ ചെറുമോളല്ലേ? പ്രേമിച്ച് കെട്ടുന്നത് വലിയ പാതകൊന്നും അല്ല വല്യപ്പച്ച എന്ന് കരുതി ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ദാ കണ്ടോ വീണ്ടും അവളുടെ SMS. നീ അവിടെ എന്തെടുക്കുവാടി? അവളെ ദേഷ്യം പിടിപ്പിക്കാതെ നീ അങ്ങോട്ട് ചെല്ലേ. അവളുടെ SMS വികൃതി ഇന്നത്തോടെ ഞാൻ നിർത്തി തരാം. ക്ഷമിക്കണേ. ഈ പാപം എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. വേറൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്. ക്ഷമിച്ചേ പറ്റൂ കർത്താവേ. എൻ്റെ ഈശോയെ. മോനെ നീ എവിടെയാ? എല്ലാം റെഡിയാ. എത്രയും പെട്ടെന്ന് അമ്മ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ശരി ശരി ഓക്കെ. ഈശോയെ. ഈശോയെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്. കർത്താവെ രക്ഷിക്കണേ. ഈ ആൻ്റപ്പൻ ഇന്നലത്തെ പോലെ ഇന്നും എന്നെ പറ്റിക്കോ? ഒന്നുകിൽ നീ തള്ളയെ കൊന്നു തിന്നു, ഇല്ലെങ്കിൽ കൊല്ലാതെ തിന്നു. ഇതെല്ലാം തിന്നാൻ വേണ്ടിയല്ലേ അമ്മ? നിന്റെ തൊള്ള പൊളിക്കല്ലേ? കേക്കും. അതിന് നുള്ളാൻ തിന്നു. ഇത് ഞാൻ ഭദ്രമായിട്ട് വളഞ്ഞ വഴിയെ ഏൽപ്പിച്ചോളാം. ഇവിടെ ഒരു വിഷമമില്ല. നിങ്ങളെ കാണാത്ത ഒരു വിഷമം മാത്രം. മമ്മി എന്നാ വരുന്നേ? വരാൻ പോവാണെന്നോ? അന്നമ്മളും മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോ? അവള് മുറിയില്ല. ശരി മമ്മി. പപ്പയും മമ്മിയും വരുന്നുണ്ടെന്ന്. ആ കാത്തിരിക്കുന്നു. പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങളെ വേണ്ടായിരുന്നോ? റോസിയ ബാഗ് എടുത്തു.
ഇരിക്കേ. ആ ഞാൻ വിചാരിച്ചു പപ്പയും മമ്മിയും കണ്ടപ്പോൾ വലിയപ്പച്ചന് ചായ ഇല്ലായിരിക്കുമെന്ന്. വല്യപ്പച്ചന് 8 കൊല്ലായി സ്ഥിരം ഞങ്ങൾ ചായ തന്നോണ്ടിരിക്കുകയല്ലേ. പപ്പയും മമ്മിയും ഒന്ന് കണ്ണിറയെ കണ്ടിട്ട് 8 വർഷമായില്ലേ. ഞങ്ങൾക്ക് ധൈര്യം തരാനുള്ള ആൺകുട്ടിയാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നാലും എന്നെയും ഈ മിണ്ട കുഞ്ഞിനെയും വല്യപ്പച്ചനെ ഏൽപ്പിച്ചിട്ട് ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നില്ലേ. എന്റെ മോൾക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല. സാഹചര്യം അതായിരുന്നു മമ്മിയുടെ. മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഇത്രയും പ്രായമായപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി. പല രാത്രികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പപ്പയുടെ മമ്മിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് എന്നെ മോള് കരയുന്നത്. അന്നമ്മളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടിയ അപ്പോ ഞങ്ങളോട് ഉപേക്ഷിച്ചു പോരും. അതുവരെ ഞാനും വല്യപ്പച്ചനും ഇവിടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ടാവും. സാന്ദ്രെ, അഞ്ജലി എന്നോടെല്ലാം പറഞ്ഞു. ആരെ അന്നക്കുട്ടി? നമുക്കിടയിൽ ഇനി ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. അന്നയും ഞാനും ഇരട്ടകളായിരുന്നു. ഒരു ഊമ പെണ്ണ്. ഒരുപാട് വരയ്ക്കും. സംവിധാനം പഠിക്കണമെന്ന് അവളുടെ മോഹമായിരുന്നു. അല്ല, അവൾ ജീവന് തുല്യം സ്നേഹിക്കുകയും അവളെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുകയും ചെയ്ത ജീവൻ എന്ന ചെറുപ്പക്കാരന്റെ ആഗ്രഹമായിരുന്നു. ജീവൻ ഇപ്പൊ എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അവര് രണ്ടുപേരുമാണ് ആദ്യം ഇവിടെ അപേക്ഷ കൊടുത്തത്. പപ്പയും മമ്മിയും വിദേശത്തുനിന്ന് വന്നത് അവളുടെ സംസാരശേഷി തിരിച്ചെടുക്കാനുള്ള ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടായിരുന്നു. മരണത്തിന്റെ ആഴങ്ങളിലേക്ക് മൂക്ക് കുത്തിയപ്പോ ഒന്നലറി കരയാൻ പോലും ആവാതെ എന്റെ അന്ന ഞാൻ അവളാവാൻ ശ്രമിക്കുക. അവൾ ബാക്കി വെച്ച് പോയ മോഹങ്ങൾ എന്നിലൂടെ പൂവിടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ സാന്ദ്രയല്ല, സംസാരശേഷി തിരിച്ചു കിട്ടിയ അന്നയാണ്. എന്താ ഏകനായിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? സബ്ജക്ട് റെഡിയാക്കണ്ടേ? ഇപ്പോ ജീവൻ എവിടെയായിരിക്കും? അറിയില്ല. അത് ശരി, നീ ഇതുവരെ അത് വിട്ടില്ലേ? പോയത് പോയി. അവനിപ്പോ വേറെ വല്ലവരെയും പ്രേമിച്ച് ചുറ്റി അടിക്കുന്നുണ്ടാവാം. അല്ലാതെ നിന്നെപ്പോലെ 5-6 എണ്ണത്തിനെ പ്രേമിച്ച് എല്ലാരും ഇട്ടേച്ച് പോയെന്നും പറഞ്ഞ്
പാട്ടും പാടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും ജീവനെ കിട്ടത്തില്ല. ഓ, ഇവന്റെ ഒരു ഉറ്റ സുഹൃത്ത്. ലീവ് ഇറ്റ്. വാ വിഷ്ണു, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അന്നയുടെ കഥ മനസ്സിനെ വല്ലാതെ പോറലേൽപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് കഥ പറ, ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ശരിയാക്കട്ടെ. പ്രേമിച്ച് മടുത്തിട്ടാണോന്നറിയില്ല. അവര് പറയുന്ന തമാശ പോലെയല്ല എൻ്റെ പ്രേമം. എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, അറിയപ്പെടുന്ന ഒരു സംവിധായകനാവുക. രണ്ട്, എൻ്റെ ലക്ഷ്മിയെ സ്വന്തമാക്കുക. ഹലോ ലക്ഷ്മി. വിഷ്ണു, കാര്യങ്ങളൊക്കെ കുഴപ്പമായി. എന്താ, എന്തു പറ്റി? നമ്മുടെ ഇഷ്ടം വീട്ടിലറിഞ്ഞു. ഗൾഫിലുള്ള അമ്മാവന്റെ മോനുമായി കല്യാണം ഉറപ്പിക്കാൻ പോവുക. വിഷ്ണു, ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇറങ്ങി ഡാൻസ് സ്കൂളിന്റെ മുമ്പിൽ നിൽക്കാം. നമുക്ക് എവിടെയെങ്കിലും പോവാം. വേണ്ട, ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിറക്കാം. അത് അപകടമാവോ? നീ പേടിക്കണ്ട, ഞാൻ നാളെ തന്നെ അങ്ങെത്താം. ഹലോ ലക്ഷ്മി. വിഷ്ണു, എവിടെ? ഞാൻ വീട്ടിലേക്കുള്ള വഴിയുടെ അടുത്തെത്താറായി. നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്കേ. ലക്ഷ്മി എന്നോട് പറഞ്ഞു നീ വരുന്നുണ്ടെന്ന്. നാളെ നിശ്ചയമല്ല, കല്യാണമാ. ഞാനാണ് വരൻ. ഇത് ചെറുപ്പത്തിലെ ഉറപ്പിച്ചതാ. എനിക്കും ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമവും ക്രീമും ഒക്കെ. അത് ക്യാമ്പസ് പിരിയുമ്പോൾ തീരണം. പിന്നെ നാളെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ ദുബായിലേക്ക് പറക്കും. ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് നീ ഒരു തടസ്സമാവാൻ പാടില്ല. ഇവന്റെ കൈയും കാലം തല്ലി ഒടിച്ച് ആ ഹൈവേയുടെ സൈഡിൽ അങ്ങനെ കൊണ്ടിട്ടേക്ക്. ചെല്ലേ. ബോധം വന്നപ്പോ ഏതൊരു ഹോസ്പിറ്റലിൽ. എല്ലാം മാറിയ ശേഷം അവരുടെ വീട് അന്വേഷിച്ചു ചെന്നു ഞാൻ. അവരെല്ലാം വിട്ടുപോയി. ദുബായിലോ മറ്റോ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടാവും. അത് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് നീ തന്നിട്ടുള്ള എല്ലാ മോഷണ സാധനങ്ങളും ഞാനും ചന്ദ്രനും കൂടെ വിറ്റിട്ടുണ്ട്. പക്ഷെ അതിലൊരു മൊബൈൽ ഫോൺ അതെനിക്ക് വിൽക്കാൻ തോന്നിയിട്ടേ ഇല്ല. ആ ഫോൺ ഒരു ദിവസം ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ മനോഹരമായൊരു റിംഗ് ടോൺ. അതെൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. പെട്ടെന്ന് തന്നെ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. ആ ഫോൺ എന്തോ ഒരു കഥ എന്നോട് പറയുന്ന പോലെ തോന്നി. ഏതോ ദുഃഖസാന്ദ്രമായ ഒരു ജീവിതത്തിൻ്റെ കഥ. ആരിൽ നിന്നാണോ നീ ഈ ഫോൺ എടുത്തത് അവർക്ക് തന്നെ നീ ഇത് തിരിച്ചു കൊടുക്കണം. കാരണം ഇതിലാരുടെയോ കണ്ണീരുണ്ട്. ശരിയാണ്, എനിക്കും തോന്നുന്നു. തിരിച്ചു കൊടുത്തേക്കാം. പുതിയ കുരിശെത്തി. Indian Film Institute. Yeah. Where's the counter?
ആരാ അവര്? ഒന്ന് നീക്ക് ഇപ്പോരാ. ആദ്യം പറഞ്ഞത് മനസ്സിലായില്ല, ഇംഗ്ലീഷാ. രണ്ടാമത് പറഞ്ഞത് ഇംഗ്ലീഷില്ല. ഞാൻ എല്ലാത്തിനും യാ യാ എന്ന് പറഞ്ഞു. ഇനിയിപ്പം മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റൂ? നീ പോയി എന്റെ വില കളയാതെ മലയാളത്തിൽ ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ നോക്ക്. ശരി, എന്തായാലും ചെവിയാക്കാത്തത് നന്നായി. എന്താ കാര്യം? അത് ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ചെവി കേൾക്കത്തില്ല. പാവം. ഞങ്ങൾ ഡോക്യുമെൻ്ററി പിടിക്കാൻ വന്നതാ. അപ്പം എൻ്റെ പണി പോവൂ. പണി തരാം. വാ. ഇനി എനിക്കിട്ട് പണി തരുമോ? അയ്യോ, ഒരു കിടിലൻ പീസ്. ഏയ് നിക്ക് നിക്ക് നിക്ക്, ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ കോമഡി കയറിയത്? മാനേജറോട്. അതെ, അവിടെ. ഇവിടെ ഞാനാ മാനേജർ. 2 നാൾ ദിനം കൊണ്ടൊരുത്തനെ ആ മുറ്റത്തിരുത്തിയവനും ഭവാനാ. ചേച്ചിയുടെ ശബ്ദം KB സുന്ദരാമ്പാളിനെ പോലെ. കളിയാക്കുന്നോടി. ചേച്ചിയോ? ചേച്ചിയല്ല, മാഡം. മാഡം അല്ല, അനിയത്തി. ഇതിന് വട്ടല്ല, ഇളക്കവാ. അസുഖം മാറാത്ത വേറൊരാളകത്ത് കിടപ്പുണ്ട്. TV കാണിച്ചായിരുന്നല്ലേ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങളകത്തേക്ക് വയ്ക്കൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, അനിയത്തി, നമുക്കകത്തേക്ക് പോവാലോ? എന്നാ വാ. സർ, ഞാനാണ് അർജുൻ. മേനോൻ സാർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാനാ ഫോൺ അറ്റൻഡ് ചെയ്തത്. ന്യൂസ് കണ്ടപ്പോൾ മേനോൻ സാറാ പറഞ്ഞത് 99% രോഗം ഭേദമായ ഒരാശുപത്രി ഇതാണെന്ന് പറഞ്ഞു. കാട്ടിലൊരു പ്രോജക്റ്റ് ചെയ്യാനിരുന്നതാ, പിന്നെ ഞങ്ങളതങ്ങ് മാറ്റി. ഇതൊരു അപൂർവ ബഹുമതിയല്ലേ? ഫാദർ ചിലപ്പം വന്നേക്കും. അത് ഫാദർ അച്ഛനത് മാത്രമല്ലല്ലോ, ഇവിടെ തന്നെ അനാഥാലയമുണ്ട്, പിന്നെ ബാംഗ്ലൂർ, കോയമ്പത്തൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അച്ഛൻ്റെ കണ്ണെത്തണ്ടേ. ഓ, അങ്ങനെയാണോ? എപ്പോഴാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഞങ്ങൾക്ക് ഇവിടെ എല്ലായിടും ഒന്ന് ചുറ്റിക്കാണണം, പോയിന്റ്സ് ഒക്കെ ഒന്ന് കുറിക്കണം, അതിനാ. ഓ, തിരക്കഥ. വാ. ഇവർക്ക് ഈ ഭ്രാന്തക്കാരൊന്നുമില്ലെന്ന് ചുമ്മാ ഈ കാണിക്കുന്ന അഭിപ്രായങ്ങൾ മാത്രമേ നമ്മളത് എത്ര നാളുണ്ട് കാണുന്നത്. അയ്യോ, എന്റെ കർത്താവേ, എന്നോട് സിസ്റ്റർ മാവാട്ടം പറഞ്ഞിരുന്നല്ലോ, മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, എല്ലാരും പറയുന്നു ഞാൻ മേടാണെന്ന്, പക്ഷെ നിങ്ങളെ കാണുമ്പോ എനിക്ക് മേടായിട്ട് തോന്നുന്നേ. എന്നാടാ, ഇന്നെല്ലാരും ഭേഷായിട്ട് ആഹാരം കഴിച്ചു തന്നെ. അയ്യോ, ഷീലയുടെ അവസ്ഥ എന്തായി? ഏത് ഷീല? നസീറും ഷീലയും അവര് കല്യാണം കഴിച്ചോടോ? 5 പവന്റെ കുറവുണ്ട്. അയ്യോ, അപ്പൊ കല്യാണം നടക്കത്തില്ല? നടത്തും. നോക്കട്ടെ, നല്ല സുന്ദരം പോവാന്നല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ കല്യാണത്തിന് പോയാലോ നമുക്ക്? ഇതെന്നെ കൊണ്ടേ പോകൂ. സ്വന്തം പെങ്ങൾ ഇവിടെ നിന്ന് ആടിയാ പോരാ, കല്യാണത്തിന് മുഹൂർത്തം തെറ്റും. വാ, പോയേക്കാം. വാ.
പലർക്കും പല ഭ്രാന്തും വരും. അതിന് ഇവിടുന്ന് കിട്ടുന്ന ഗുളി അങ്ങനെ വിഴുങ്ങിയിട്ട് കാര്യമില്ല. അത് വല്ല പാലിലോ തേലിലോ ഭാഷാണത്തിലോ കലക്കി കുടിച്ചാൽ മതിയെന്നേ. നേരം വിളക്കുമ്പോൾ ശുഭം. അല്ല പിന്നെ പുല്ല്. കഷ്ടം ആ ജീവന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിന് നമ്മളും കാരണക്കാരാ. അതെടുക്ക് കർത്താവേ, എടുക്കതിന്ന്. അതാ അവിടെ കൊണ്ടുപോയി. കർത്താവേ വാ. മോനെ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നല്ല കാര്യമെങ്കിലും നമുക്ക് ചെയ്യാം. പാവം, ഇനി വേണ്ട. ഈ മൊബൈലുണ്ട്, അവൻ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ മോനെ. മോൻ കൊണ്ടുവയ്ക്കും. ചെല്ല്. മാപ്പ്. കർത്താവേ, രക്ഷപ്പെടുവമ്മേ. മോനെ കൊന്ത വെച്ച് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന്. വയ്യ മോനെ, ഈ കാഴ്ച കാണാൻ അമ്മയ്ക്ക് വയ്യ. അമ്മ അധ്വാനിച്ച് ജീവിച്ചോളാം. അമ്മ ഒന്നിനും പോണ്ട, ഞാൻ അധ്വാനിച്ച് അമ്മയെ പോറ്റിക്കൊള്ളാം. കർത്താവേ, ഈശോയെ, അമ്മ കരയല്ലേ. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ. അറിഞ്ഞു. ബാങ്ക് മാനേജരായിരുന്നു. ഒരു ദിവസം രാത്രി ബോധം കെട്ട് വീണതാ. സമനില തെറ്റിപ്പോയി. രോഗം ഭേദമാകില്ലെന്ന് കരുതി ബന്ധുക്കളൊക്കെ അകന്നുപോയി. ഇവിടുത്തെ ഫാദർ എന്നെ രക്ഷപ്പെടുത്തി. ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? ഇവിടെ മാത്രം 6 ഡോക്ടേഴ്സും 25 സ്റ്റാഫും ഉണ്ട്. പിന്നെ വെന്റിലേറ്റർ അടക്കമുള്ള ഒരു സർജിക്കൽ തിയേറ്റർ. ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ കാരണമാ, പിന്നെ ദൈവകൃപയും. നമ്മുടെ ജീവിതം ഈ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ ഒതുങ്ങുക. നമ്മളെ കാണാനായോ സ്നേഹിക്കാനായോ ആരും ഇനി വരില്ല. സ്നേഹിച്ചവർക്കൊക്കെ നമ്മുടെ സമ്പത്തിലായിരുന്നു നോട്ടം. അവരെ നമ്മൾ വളർത്തി വലുതാക്കി. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വളർത്തിയ കഷ്ടപ്പാടോ നൊമ്പരോ അവരറിയാതെ പോയി. സ്വത്താണ് അവരാഗ്രഹിച്ചതെങ്കിൽ അവരാവശ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സമയമില്ലാതായിരിക്കുന്നു. പിന്നെ അവരുടെ സന്തോഷം തന്നെയല്ലേ നമുക്ക് വലുത്. ചേച്ചി കല്യാണം കഴിച്ചെങ്കിലും കല്യാണം കഴിക്കാത്ത എൻ്റെ അവസ്ഥയിലേക്ക് തന്നെ ചേച്ചി എത്തപ്പെട്ടു. നമ്മുടെ നല്ല കാലത്ത് മക്കൾക്ക് വേണ്ടി ആരുടെയൊക്കെയോ അടുക്കളയിലും മുറ്റത്തും പണിയെടുത്തു. ഇന്ന് ഈ അവസ്ഥയിലേക്ക് വന്നു. നമുക്ക് ഏക ആശ്രയം സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ ഭവനമാണ്. നിങ്ങളെ സഹോദരിമാരിങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? എൻ്റെ ഒപ്പം വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. %99% രോഗം ഭേദമായി എന്നതിനാണ് വാർത്താ പ്രാധാന്യം. ഇനി എത്ര പേർക്ക് രോഗം ഭേദമാകാനുണ്ട്? ഒരു പേഷ്യൻ്റേ ഉള്ളൂ. ഇന്നലെ വന്നിരുന്നെങ്കിൽ നേരിട്ട് കാണാമായിരുന്നു. നിങ്ങൾക്ക് ഷൂട്ടും ചെയ്യാമായിരുന്നു. അതെന്ത് പറ്റി? ഇന്ന് ആ പേഷ്യൻ്റ് സർജറിയാണ്. മനസ്സിലായില്ല. ഒരു ജർമ്മൻ മെഡിക്കൽ ടീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല. അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായത്. ഫാദർ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല.
ഹൈ റിസ്ക്കുള്ള സർജറിയാണ്. 10% ഹോപ്പുള്ളൂ. പരാജയപ്പെട്ടാൽ ഡെത്താണ്, അല്ലെങ്കിൽ പരാലിസിസ്. ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? അനസ്തേഷ്യ കഴിഞ്ഞാൽ ന്യൂ ബ്ലോക്കിലെ തിയേറ്ററിലേക്ക് മാറ്റും. ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങി കാണും. അരമണിക്കൂറിനകം അനസ്തേഷ്യ കൊടുക്കും. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ പറ്റും? തിയേറ്ററിലല്ലേ. പുറത്തു നിന്നെങ്കിലും പറ്റില്ല. ബാഡ് ലക്ക്. ഇന്നലെ വന്നിരുന്നെങ്കിൽ കാണാൻ കഴിയുമായിരുന്നു. വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ തിയേറ്ററിൽ നിന്ന് പുറത്തു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ശേ, കഷ്ടായിപ്പോയി. എല്ലാം അവിടുത്തെ തീരുമാനം പോലെ. അവസാനമായി ഒന്ന് കണ്ടോട്ടെ സിസ്റ്റർ. ഹലോ ഡോക്ടർ. ആ, അടിച്ച് മാറ്റുകയും ചെയ്തു. ഇറ്റ്സ് എ മിറേക്കിൾ. സാന്ദ്രയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടിയിട്ട് കാണുമല്ലോ. എനിക്കും ഇപ്പോഴാ ചിത്രങ്ങൾ വ്യക്തമായത്. ഒരു ആക്സിഡന്റ് കണ്ടുവെന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് സാന്ദ്രയുടെ സഹോദരി അന്നയാണെന്നും നിങ്ങൾ ഇരട്ടകളാണെന്നും കൂടി മനസ്സിലായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. കർത്താവ് സഹായിക്കുമെങ്കിൽ സാന്ദ്ര കൂടി മനസ്സ് വെച്ചാൽ ജീവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. വാട്ട് യു സേ? സിസ്റ്റർ പറയുന്ന പോലെ. ഗുഡ്. ദർ ആർ 2 ഓപ്ഷൻസ്. ഒന്ന്, ജീവനെ സാന്ദ്രയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ബട്ട് ചില തടസ്സങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുമുണ്ട്, ഉണ്ടാവാം. സോ ഐ തിങ്ക് സാന്ദ്ര ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം. സാന്ദ്രയായിട്ടല്ല, അന്നയായിട്ട്. ഞാനൊരു സൈക്കാട്രിസ്റ്റ് കൂടി ആയതുകൊണ്ട് പറയുകയാണെന്ന് കരുതിക്കോളൂ. അയാളുടെ റിക്കവറി അന്നയുടെ കൈകളിലാണ്. ഐ മീൻ സാന്ദ്രയുടെ. അന്നയ്ക്ക് വേണ്ടി എന്ത് സാക്രിഫൈസിനും ഞാൻ തയ്യാറാ സിസ്റ്റർ. ജീവ ആരാണെന്ന് ഓർത്തു നോക്കിയേ. ഫാന്റാസ്റ്റിക്. ജീവനെ അടച്ചിട്ട റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിക്കൂടെ? പിന്നെന്താ? ജീവ പോകാം. ജീവ പോവാം. മാധ്യമങ്ങൾക്ക് യാതൊരു പണിയുമില്ലേ? വിശ്വനാഥൻ കേസ് സെൻസിറ്റീവ് ആകുന്നത് ചാനലുകൾ ഇടപെടുമ്പോഴാണ്. ചാച്ചോ, എന്നാ മടങ്ങി പോകുന്നേ? ഓ, 8-ാം തീയതിയിലേക്ക് ടിക്കറ്റ്. പക്ഷെ അതിനു മുമ്പ് ഒന്ന് ഡൽഹിക്ക് പോകണം. ചെക്ക് ബുക്ക് ഉണ്ടോ? ഓ ഉണ്ട് ചാച്ച. എടുക്ക.
ബ്ലാങ്ക് ചെക്ക് എനിക്കും താ സാറേ. തനിക്ക് എന്തിനാടോ ബ്ലാങ്ക് ചെക്ക്? അല്ല, വിശ്വനാഥൻ കേസ് തിരിഞ്ഞു കുത്തിയാൽ മന്ത്രിപ്പണി പോവില്ലേ? മാധ്യമങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? ആ SP കെണിയിലാക്കിയത് ആരാണെന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ഈ പോലീസ് അന്വേഷണം ശരിയായ ദിക്കിലാണെങ്കിൽ മാധ്യമങ്ങൾ ഒന്നിനും വരില്ല. ഇവൻ നേരത്തെ SP സൈഡാ. ന്യായം അയാളുടെ ഭാഗത്താണെന്ന് തോന്നിയതുകൊണ്ടാ. എന്തുപറ്റി? മോള് വേർക്കുന്നുണ്ടല്ലോ. ഇവളുടെ കാര്യത്തില് എന്നേക്കാൾ ശ്രദ്ധ ഇവനാ. ചാച്ചൻ്റെ ശ്രദ്ധക്കുറവാ. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ അന്നക്കുട്ടി പോവില്ലായിരുന്നു. ഇവളെങ്കിലും ഇനി പൊന്നുപോലെ നോക്കണം. മനഃപൂർവ്വം അല്ലല്ലോടോ വിധി. അതിന് തടയാൻ ആർക്കും ആവില്ല. ആ പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളുടെ ദേഹത്ത് ഒരു പൊടി മണ്ണ് വീഴാൻ ഞാൻ ഉള്ളിടത്തോളം കാലം സമ്മതിക്കത്തില്ല. കണ്ടോടോ ഡേവിഡിന്റെ ഒരു പുത്രിവാത്സല്യം. ഹലോ വിഷ്ണു, വിഷ്ണു, എന്താ സാന്ദ്ര? എന്താ നിന്റെ ശബ്ദത്തിന് പതർച്ച? എന്ത് പറ്റി? അയാളെ ഞാൻ കണ്ടു, ഡേവിഡ് അങ്കിളിനെ. സത്യം? എവിടെ വെച്ചാ? വീട്ടിൽ വല്യപ്പച്ചനെ കാണാൻ വന്നിട്ടുണ്ട്. നിന്റെ പെരുമാറ്റത്തിൽ അയാൾക്ക് സംശയം വല്ലതും? ഇല്ലെന്നാ തോന്നുന്നേ. എന്തോ അറിയില്ല, ഞാൻ ആകെ വരണ്ടു പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കരുതലോടെ വേണം നീങ്ങാൻ. അങ്കിളിന്റെ കാര്യം എന്തായി? ജാമ്യം കിട്ടിയോ? ഇല്ല. ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോണിലോട്ട് വേണ്ട, നേരിട്ട് പറയാം. നാളെ 10 മണിക്ക് പാർക്കിൽ കാണാം. ഇരു ചെവി അറിയരുത്, പണി തെറിക്കും. ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല, നമ്മുടെയൊക്കെ സമയം അത്ര നല്ലതല്ല, അതാ കാര്യം. സമീറേ, എൻ്റെ മനസ്സിലൊരു സംശയം കുറേ നാളുകൊണ്ട് അലട്ടുന്നതാ. ഡേവിഡിനെ കുറിച്ചാണോ? അല്ല, സാന്ദ്രയെക്കുറിച്ച്. വിഷ്ണുവും നീയും ഞാനും സാന്ദ്രയ്ക്ക് ഒരുപോലുള്ള സുഹൃത്തുക്കളാ. പക്ഷേ അവൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് വിഷ്ണുവിനോടാ. ഇന്നലെ തന്നെ ഡേവിഡിൻ്റെ കാര്യം അവൾ വിഷ്ണുവിനോടാ വിളിച്ചു പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? 3 പേരെയും വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. അതല്ല, സാന്ദ്രയ്ക്ക് വിഷ്ണുവിനോട് ഫ്രണ്ട്ഷിപ്പിന് അതീതമായ ഒരു റിലേഷൻഷിപ്പ് വളരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. വിഷ്ണുവിനോടുള്ള അഫെയർ സാന്ദ്രയ്ക്ക് അറിയാമല്ലോ. പക്ഷേ ലക്ഷ്മി സീനിലില്ലല്ലോ, ദുബൈയിലോ മറ്റോ അല്ലേ. അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല താനും. അത് ശരിയാ, ആ സ്പേസിലേക്ക് സാന്ദ്ര കയറിക്കൊടുന്നു എന്ന് അല്ലേ? എക്സാക്ട്ലി. പക്ഷേ വിഷ്ണുവിന് അങ്ങനൊന്നും ഇല്ല. അവളെ അവൻ ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോടും പറഞ്ഞിട്ടുണ്ട്. അവന് ലക്ഷ്മിയെ മറക്കാൻ കഴിയില്ല. അപ്പം നല്ല ഫ്രണ്ട്സ് എന്ന നിലയിൽ സാന്ദ്രയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാ. വിഷ്ണുവാ. അഡ്വക്കേറ്റിനെ കണ്ടോ? കണ്ടു. ശല്യം. അയാൾക്ക് ഇനിയും കാശ് വേണമെന്ന്. അറിയാവടാ, എല്ലാവരുടെയും പോക്കറ്റ് കാലിയാ. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഓർത്തിട്ട് തല പെരുക്കുന്നു. ഫാദറിനെ തന്നെ വീണ്ടും കാണാം. കാണാമല്ലേ? ഓക്കെ. ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്നും മൊബൈലും ലാപ്പും ഒക്കെ തിരികെ കിട്ടിയിരുന്നോ? അതേക്കുറിച്ചറിയാവോ? അറിയില്ല. അതൊക്കെ ഡേവിഡ് അങ്കിളാ കൈകാര്യം ചെയ്തത്. വല്യപ്പച്ചനും ഞാനും ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞാ നോർമലായത്. ഡേവിഡ് അങ്കിളാ സ്റ്റേഷനിലും മറ്റും പോയതും പള്ളിയിലെ ചടങ്ങുകളൊക്കെ നടത്തിച്ചതും. ശരിക്കും ഈ ഡേവിഡ് അങ്കിൾ ആരാ? വല്യപ്പച്ചന്റെ വകയിലൊരു അനിയനാ.
ദുബായിലാണ്. ആ ദിവസം വിവരങ്ങൾ അറിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ഓടി വരികയായിരുന്നു. അപ്പോ ഡേവിഡ് അങ്കിളിനെ കണ്ടാൽ മൊബൈലും മറ്റും കിട്ടും. ആ എവിടെയാടാ നീ? ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ ആ അതങ്ങ് തീർത്തേക്കണം. അത് വെച്ചോണ്ടിരിക്കേണ്ടതല്ല. ഇവിടെ ഞാൻ പറയും, ഞാൻ തീരുമാനിക്കും, അത് നടന്നിരിക്കണം. അത്രേ ഉള്ളൂ. ഞാനാണ് സർ ഫോൺ ചെയ്തത്. ആ വിഷ്ണുവിന്റെ സംശയം ശരിയാ. ഈ രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാ. ആ പ്രതീക്ഷയും തെറ്റി. ആ സ്റ്റേഷനിലേക്ക് വരണ്ടെന്ന് വിഷ്ണുവിനോട് പറയണം. വിഷ്ണുവിന്റെ നമ്പറിൽ നിന്നും എന്നെ വിളിക്കുകയും വേണ്ട. വിഷ്ണുവിനോട് പറഞ്ഞാൽ മതി. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ശരി ശരി. താങ്ക് യു സർ. ഇനി എന്ത് ചെയ്യും? തുറന്നു കിട്ടിയ വഴികളെല്ലാം അടയുകയാണല്ലോ. ഫാദറിനെ കണ്ട് വിവരങ്ങൾ പറയാം. വിഷ്ണു ആകെ ഡെസ്പാ. അവൻ്റെ അച്ഛൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് ശരിയായില്ല. അളിയ ഒരു സംശയം, രണ്ട് കേസും തമ്മിൽ കണക്ഷൻ കാണോ? വിശ്വനാഥൻ സാറിനെ ട്രാപ്പ് ചെയ്തതും അന്നയുടെ ആക്സിഡന്റ് പ്ലാൻ ചെയ്തതും ഒരാളായിരിക്കൂ. അങ്ങനെ ഒരു സാധ്യത. വിശ്വനാഥൻ സാറിനെ അറസ്റ്റ് ചെയ്യുന്നതും അന്ന കൊല്ലപ്പെടുന്നതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. പൂട്ടിയിരുന്ന വിശ്വനാഥൻ സാറിന്റെ ടോയ്ലറ്റിനകത്ത് മയക്കുമരുന്ന് കാണപ്പെടുക, ആരുടെയോ അജ്ഞാത സന്ദേശം വരിക, മിനിറ്റുകൾക്കകം റെയ്ഡ് നടക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പോസിബിലിറ്റീസ് നമുക്ക് ഫാദറുമായി ഡിസ്കസ് ചെയ്താലോ? ചിലപ്പോ മണ്ടത്തരങ്ങളാവാലോ. മണ്ടത്തരം അല്ലടാ, എൻ്റെ മനസ്സ് പറയുന്നു. രണ്ടിൻ്റെയും പിന്നിൽ ഒരാൾ തന്നെയാ. നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ 10 മിനിറ്റ് വൈകിയ സാറിന്റെ പരാക്രമങ്ങൾ ലോകമാകെയുള്ള മലയാളികൾ ചാനലിലൂടെ ലൈവായിട്ട് കാണും. അമേരിക്കയിലുള്ള സാറിന്റെ മകളും ഇത് കാണും. പൈസക്കാണോ? എന്തിനാ നിങ്ങൾ? പറയാം, പക്ഷെ ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. SP വിശ്വനാഥന്റെ ടോയ്ലറ്റിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചത് ആരാണ്? എന്തിനാ? അത് DOSP സുകേശൻ. അയാളത് ചെയ്തത്. ആര് പറഞ്ഞിട്ടാ? അതെനിക്കറിയില്ല. അതൊന്നോണ സത്യമായിട്ടും എനിക്കറിയില്ല. വിശ്വനാഥൻ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് മിക്ക ഓഫീസർമാരുടെയും കണ്ണിലെ കരടായിരുന്നു. DYSP സുകേശൻ? അതെ, സുകേശൻ. അയാളാ. സാറ് നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? ഇല്ല, പിന്നീട് അറിഞ്ഞത്. വിശ്വനാഥനെ കേസിൽ കുടുക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം നിരപരാധിയല്ലേ? അതെ. ആ സമയം ഒരു പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിശ്വനാഥനെ നിയമിച്ചത് IG മുനിയപ്പയായിരുന്നു. എന്നിട്ട് ജയിലിലെ ഒരു റെക്കോർഡ്സിലും വിശ്വനാഥൻ വന്നതായിട്ട് രേഖയില്ലാതാക്കി. അത് തിരുത്തിയതാരാ? അത് ജയിലിലെ DIG റഷീദായിരുന്നു. ഇത്രയും പോലീസ് ഓഫീസേഴ്സ് ആരുടെ ആജ്ഞയാണ് നടപ്പിലാക്കിയത്? അത് അറിയില്ലാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളിത് വിശ്വസിക്കണോ? അല്ലേ? ശരി. ഗോവിന്ദൻകുട്ടി, ആ ക്ലിപ്പിംഗ് എയറിൽ വിട്ടേക്ക്. വേണ്ട,
വേണ്ട, ഞാൻ പറയാം. ഡേവിഡ് 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 സാർ പറഞ്ഞിട്ടാ. ഡേവിഡുമായി സാറിനുള്ള ബന്ധം? അത് ദുബായിലെ ബിസിനസ് പാർട്ട്നേഴ്സാ ഞങ്ങള്. ആരൊക്കെ? അത് മുനിയപ്പയും ഞാനും ഡേവിഡ് സാറും. ഹോം മിനിസ്റ്റർ പാർട്ണർ അല്ലേ? അയ്യോ അല്ല, അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. ഒരു കാര്യം മാത്രം ഉറപ്പു തരാം, സാറിൻ്റെ ഭാര്യയും മകളും ഈ വിഷ്വൽസ് കാണില്ല, നാട്ടുകാരും കാണില്ല. ഒന്നുകൂടി, സാർ ഈ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മൈ ഗോഡ്. ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ തുടരുകയാണ്. CRPCക്കും IPCക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട, സാക്ഷികളെ പിടിച്ച് കൂറുമാറ്റിയാൽ ഏതൊരു കൊലക്കേസ് പ്രതിക്കും ഇവിടെ നിഷ്പ്രയാസം രക്ഷപ്പെടാൻ കഴിയും. ഈ കേസിൽ എനിക്ക് നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ കേസിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. എന്താ പോരെ? സർ, ഇപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. SP വിശ്വനാഥൻ സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. താങ്ക് യു സർ. ആയിക്കോട്ടെ. എല്ലാരും പിന്നിൽ നിന്ന് കുത്തി, എല്ലാം തകർന്നടിഞ്ഞു. വിടില്ല ഞാൻ, വിടില്ല ഞാൻ, ഒന്നിനെ വിടില്ല ഞാൻ. പോയി വണ്ടി എടുക്കടാ. വിഷപ്പാമ്പിനെയാണല്ലോ മോളെ ഞാൻ വളർത്തിയത്. നിന്റെ പപ്പ പലവട്ടം എന്നോട് പറയാൻ തുടങ്ങിയതാ. ഞാനായിട്ട് എല്ലാരെയും കുരുതി കൊടുത്തു. എന്തൊരു പാപിയാ ഞാൻ. ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട വല്യപ്പച്ച, എല്ലാം വിധിയാണെന്ന് കരുതിയാ മതി. എനിക്ക് മാത്രമേ വിധിയുള്ളൂ. അവന് ആ റാസ്കലിന് ബാധകമല്ലേ? അതിനി വിശ്വനാഥൻ അങ്കിൾ നോക്കിക്കോളും. പുതിയ DIG അല്ലേ? എല്ലായിടവും സെർച്ച് ചെയ്തു. യെസ് സർ, പക്ഷെ കിട്ടിയില്ല. ലാപ്ടോപ്പോ? ഇല്ല സർ. എല്ലായിടവും ബ്ലോക്ക് ചെയ്തോളൂ. ബൈ എയർ പോയില്ല, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലായിടത്തും മഫ്റ്റിയിലും ആളുണ്ട് സർ. ഓ വെരി ഗുഡ്, ബട്ട് ബി അലർട്ട് ഓഫ് ഇറ്റ്, റൈറ്റ് സർ? ഒന്നിനെയും കിട്ടുന്നില്ല. എന്നെ തോൽപ്പിക്കാമെന്ന് കരുതണ്ട. തോൽക്കില്ല, തോൽക്കില്ല ഞാൻ. വിഷ്ണു, ഞാനിവിടെ ഉണ്ട്. നീ മനസ്സിൽ വിചാരിച്ചു ഞാനെത്തി. നിന്റെ അന്തകൻ. അന്തകൻ നിന്റെ അപ്പൻ വരണുണ്ട്, അപ്പനും വരണുണ്ട്, വിത്ത് ഫുൾ ഫോഴ്സ്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും തന്നാൽ, ആ പിന്നെ പെൻഡ്രൈവ് അന്നയുടെ പപ്പയുടെ കയ്യിലിരുന്നത്. സമയം പോണു. 3 പേരെ യമപുരിക്ക് അയച്ചു. നീ
ഡേവിഡിനെ അവന്റെ നിഴല് പോലും നീ കാണണ്ട. 1 സെക്കൻഡ്. യെസ് സർ. അഗെയിൻ സോറി ആൻഡ് താങ്ക് യു. നന്മയും തിന്മയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താങ്ക് യു സർ. താങ്ക് യു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? നമ്മൾ നല്ല ഫ്രണ്ട്സാണോ? ആണ്. എന്റെ ദൗത്യങ്ങൾ പൂർണ്ണമായി ഒന്നൊഴിച്ച്. എന്റെ ലക്ഷ്മി, അവളുടെ ഓർമ്മകൾ പറിച്ചെറിയാൻ പറ്റുന്നില്ല. അറിയാം. അർജുനും സമീറും പറഞ്ഞു അച്ഛന്റെ മരണം അലക്സിനെ അകറ്റാതിരുന്നെങ്കിൽ അവനും ഇതുതന്നെ പറയുമായിരുന്നു. എങ്കിൽ നിനക്ക് അന്നയായി മാറിക്കൂടെ? ദേ, ഇനി ഡോക്യുമെൻ്ററി ഉദ്ഘാടന കർമ്മമാണ്. വിശിഷ്ടാതിഥികളെ ആദരവോടും ക്ഷണിച്ചുകൊള്ളുന്നു. സാന്ദ്ര എവിടെ? കണ്ടില്ലല്ലോ. ഓൺ ദ വേ. നിന്നെ കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ വരും. ഈ ഡോക്യുമെന്ററിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഈ ടീം സങ്കീർണമായ ചില ക്രിമിനൽ കേസുകളുടെ ചുരുളഴിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്.
വിഷ്ണു ലക്ഷ്മി വിഷ്ണു ലക്ഷ്മി എന്റെ വിഷ്ണു അങ്ങനെ നിന്റെ ലക്ഷ്മിയെ ചെന്നൈ കലാക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തി. നിനക്ക് ലക്ഷ്മി എനിക്ക് മഞ്ഞുതുള്ളിയായി എന്നുള്ളിൽ മധുമന്ത്രമേകുവാൻ വന്നില്ലേ അഴകേ